الصلاة والسلام على من لا نبي بعده. وفرض الحج بخلف فاسمعا وكان فتح خيبر في السابعة وحظر لحم الحمر الأهلية فيها ومتعة النساء الردية. ثم على أم حبيبة عقد ومهرها عنه النجاشي نقد وصم في شاة بها هدية. ثم اصطفى صفية صفية ثم أتت ومن بقي مهاجرا وعقد ميمونة كان الآخرا وقبل إسلام أبي هريرة وبعد عمرة القضاء الشهيرة والرسل في المحرم أرسلهم إلى الملوك فاعلمي. بسم الله الرحمن الرحيم. الحمد لله رب العالمين وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. اللهم اغفر لنا ذنبنا كله دقه وجله وأوله وآخره وعلانيته وسره. أما بعد. സഹോദരങ്ങളെ, ഈ മസ്ജിദിലെ പ്രിയമുള്ള വിദ്യാർത്ഥികളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം വിവരിക്കുന്ന ഇബ്നു അബിൽ അസ്സ് റഹിമഹുല്ലാഹു തആലയുടെ അൽ ഉർജൂസത്തുൽ മിഇയ്യ എന്ന കവിതയാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഇതിലിപ്പോൾ നിങ്ങൾ കേട്ട വരികളിൽ പറഞ്ഞിട്ടുള്ള നബിയുടെ ചരിത്രത്തിലെ സുപ്രധാനമായ സംഭവങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ആദ്യമൊന്ന് അതിന്റെ തലക്കെട്ട് മാത്രം മനസ്സിലാക്കാം. ഒന്ന്, وفرض الحج بخلف فاسمعه وكان فتح خيبر في السابعة. ഒന്ന്, ഹജ്ജ് നിർബന്ധമാക്കപ്പെട്ടതാണ്. അതേ സംബന്ധിച്ച് കഴിഞ്ഞ ദർസിൽ നമ്മൾ വിശദീകരിച്ചു. പിന്നെ ഉള്ളത് 7ാമത്തെ വർഷം അഥവാ ഹിജറ 7ാം വർഷത്തിൽ നടന്ന പ്രസിദ്ധമായ ഖൈബർ യുദ്ധമാണ്. ഇൻഷാ അല്ലാഹ് അതാണ് ഇന്ന് നമ്മൾ വിവരിക്കുന്നത്. ശേഷം പറയുന്നു വഹദുറു ലഹ്മിൽ ഹുമുരിൽ അഹ്ലിയ ഫീഹാ വമുത്അത്തി നിസാ അർറദിയ. അതുപോലെ ഈ വർഷം ഹിജറ 7ാമത്തെ വർഷം ഹറാമായ അള്ളാഹു ഹറാമാക്കിയ നിയമം അവതരിപ്പിച്ചു. എന്തൊക്കെയാണ്? ഒന്ന്, ലഹ്മുൽ ഹുമുർ അൽ അഹ്ലിയ. ഹുമുർ എന്നാൽ കഴുതകളാണ് അഥവാ കഴുതയുടെ മാംസം. എങ്ങനെയുള്ള കഴുതകളാൽ? അഹ്ലിയ, നാടൻ കഴുതകളുടെ മാംസം. അത് ഇസ്ലാമിൽ ഹറാമാണ്, കഴിക്കാൻ പാടില്ല. നേരെ തിരിച്ച് വഹ്ഷിയായ ഹുമുറുണ്ട്. വഹ്ഷി എന്നാൽ നാടനല്ല, മറിച്ച് കാട്ടു ഇനമാണ്, വന്യജീവികളുടെ കൂട്ടത്തിലുള്ള കഴുത. അതിന്റെ മാംസം ഹലാലാണ്, ഹറാമല്ല. എന്നാൽ അഹ്ലിയായ നാടൻ കഴുതകൾ അതിന്റെ മാംസം ഹറാമാണ്. അത് ഖൈബർ യുദ്ധത്തിനിടയിലാണ് അത് ഹറാമായിക്കൊണ്ട് വഹി അവതരിപ്പിക്കപ്പെട്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിന് അത് വിലക്കിയത്. വമുത്അ അന്നിസാ റദിയ. ശേഷം മ്ലേച്ഛമായ മറ്റൊരു സമ്പ്രദായം ഇസ്ലാമിൽ ഹറാമായി നിശ്ചയിക്കപ്പെട്ടു. അത് മുത്അ, വിവാഹം എന്നറിയപ്പെടുന്ന ഒരു സമ്പ്രദായമാണ്. അതായത് നിശ്ചിത സമയത്തേക്ക് വേണ്ടി സമയപരിധി പറഞ്ഞുറപ്പിച്ചുകൊണ്ടുള്ള വിവാഹം. ആ സമയപരിധി കഴിഞ്ഞാൽ ആ വിവാഹബന്ധം വേർപെടും. ഇത് ആദ്യകാലത്തിൽ നിന്ന് വിഭിന്നമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹറാമാക്കുകയുണ്ടായി. അത് ഖിയാമത്ത് നാൾ വരെ ഇനി ഹറാമാണ്. ശേഷം പറഞ്ഞത് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ അവരുമായുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹമാണ്. ഉമ്മു ഹബീബയുടെ പേര് റംല എന്നായിരുന്നു. അവർ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിന്റെ മകളാണ്. അബൂ സുഫിയാൻ ആദ്യകാലത്ത് ഇസ്ലാമിന്റെ
ശത്രുക്കളുടെ കൂട്ടത്തിൽ അവരുടെ നേതാവായിരുന്നു. പിന്നീട് അവസാനം മക്ക ഫത്ഹിന്റെ തൊട്ടു മുൻപായി അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ മകളാണ് ഹബീബ റളിയല്ലാഹു അൻഹ. മാത്രമല്ല അവരുടെ മഹർ നൽകിയത് നജ്ജാഷിയാണ്. കാരണം അവർ അബസീനയിൽ ആയിരിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിവാഹം കഴിക്കുന്നത്. വക്കീലിനെ നിശ്ചയിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിവാഹം കഴിച്ചു. മഹർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി നൽകിയത് നജ്ജാഷിയാണ്. വസുമ്മ ഫീ ശാഅത്തിൻ ബിഹാ ഹദിയ ثم اصطفى صفية صفية. മറ്റു രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഖൈബറിനിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിഷം പുരട്ടിയ മാംസം ലഭിച്ചത്, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് കടിച്ചത്. മറ്റൊന്ന് സഫിയ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ചതാണ്. സഫിയ ബിൻത് ഹുയൈ റളിയല്ലാഹു അൻഹ അവർ ജൂതഗോത്രമായ ബനു നദീറിലെ പ്രമുഖനായിരുന്ന ഹുയൈ ഇബ്നു അഖ്തബിന്റെ മകളായിരുന്നു. അവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തു. ഇൻഷാ അല്ലാഹ് അതേക്കുറിച്ച് നമുക്ക് വിശദീകരിക്കാം. ثم أتت ومن بقي مهاجرا وعقد ميمونة كان الآخرة. പിന്നെ അതിനുശേഷം അബ്സീനിലേക്ക് ഹിജറ പോയിരുന്ന ധാരാളം പേർ തിരിച്ചു വന്നു. അവിടെ പോയിരുന്ന ജാഫർ റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിലുള്ളവർ തിരിച്ചു വന്നു. മറ്റൊരു സംഭവം മൈമൂന റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തതാണ്. മൈമൂനയെ ആണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായി വിവാഹം ചെയ്തത്. മൈമൂന ബിൻതുൽ ഹാരിസ് അൽ ഹിലാലിയ റളിയല്ലാഹു അൻഹ അവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തു. ഹിജറ 7ാമത്തെ വർഷം ഉംറത്തുൽ ഖദിയയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈബിയയിൽ തടയപ്പെട്ട് പിറ്റേത്തെ വർഷം ഹജ്ജിന് ഉംറക്ക് പോയല്ലോ. ആ ഉംറയുടെ യാത്രക്കിടയിലാണ് മൈമൂനയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്യുന്നത്. وقبل إسلام أبي هريرة وبعد عمرة القضاء الشهيرة. അതിനിടയിൽ നടന്ന ഖൈബർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിജയിച്ചടക്കിയപ്പോൾ നടന്ന മറ്റൊരു കാര്യമാണ് ദൗസ് ഗോത്രം മുസ്ലിമീങ്ങളായി വന്നു. ആ ദൗസ് ഗോത്രത്തിൽ മുസ്ലിമായി വന്ന സഹാബിമാരിൽ പ്രമുഖനാണ് മഹാനായ സഹാബി അബൂ ഹുറൈറ അബ്ദുറഹ്മാൻ ബിൻ സഖർ ദൗസി റളിയല്ലാഹു അൻഹു. അബൂ ഹുറൈറ അദ്ദേഹത്തിന്റെ ഇസ്ലാം, അതുപോലെ ഉംറത്തുൽ ഖദാ ഹുദൈബിയയിൽ തടയപ്പെട്ടതിന് പകരമായി തൊട്ടടുത്ത വർഷം നിർവഹിച്ച ഉംറ. والرسل في المحرم أرسلهم إلى الملوك فاعلمي. പിന്നീട് മുഹറം മാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാജാക്കന്മാരുടെ അരികിലേക്ക് ഇസ്ലാമിന്റെ സന്ദേശവുമായി ദൂതന്മാരെ അയക്കുകയുണ്ടായി. അത് ഹുദൈബിയക്ക് ശേഷമാണ് നടന്നത്. കാരണം അതിനുള്ള വഴി തുറന്നത് ഹുദൈബിയ സന്ധിയോടെയാണ്. നിർഭയത്വത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാജാക്കന്മാർ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പേർഷ്യൻ, റോമൻ സാമ്രാജ്യങ്ങളിലേക്കും മറ്റും ദൂതന്മാരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ചു. ഇത്രയും സംഭവങ്ങളാണ് ഈ വരികളിൽ ചുരുക്കി പറഞ്ഞത്. ഇതിലാദ്യം പറഞ്ഞ ഖൈബർ യുദ്ധത്തിന്റെ ചരിത്രമാണ്. ഇൻഷാ അല്ലാഹ് അതിനെ തുടർന്നുള്ള സംഭവങ്ങളുമാണ് ഇന്ന് നമുക്ക് വിശദീകരിക്കാനുള്ളത്. വഫഖനല്ലാഹു വഇയ്യാകും അല്ലമനല്ലാഹു വഇയ്യാകും മാ യൻഫഉനാ. ഹിജറ 7ാമത്തെ വർഷം അതിന്റെ തുടക്കത്തിലാണ് ഖൈബർ യുദ്ധം നടന്നത്. ഖൈബർ യഹൂദികളുടെ ഒരു സ്ഥലമായിരുന്നു. അവരുടെ കുതന്ത്രങ്ങളുടെയും അവരുടെ ഗൂഢമായ പ്രവർത്തനങ്ങളുടെയും കേന്ദ്രമായി ഖൈബർ മാറി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാടുകടത്തിയ ബനൂ നദീർ ഗോത്രവും മറ്റും താമസമാക്കിയത് അവിടെയായിരുന്നു, ഖൈബറിലായിരുന്നു. മുശ്രിക്കുകളുമായി സന്ധിയിൽ ആയതോടെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് യഹൂദികളുടെ കുതന്ത്രങ്ങളെ നേരിടാൻ, ഇസ്ലാമിനെതിരെയുള്ള ആ ഭീഷണി തച്ചുടക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒഴിവ് ലഭിച്ചു. മുശ്രിക്കുകളുടെ ഭീഷണി അവിടെ ഇല്ലാതായി. അവരെ പേടിക്കേണ്ടാത്ത, ഖുറൈശികളുമായി യുദ്ധമില്ലാത്ത സ്ഥിതി വന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബനൂ ഖുറൈദയെ നബിയോടുള്ള, മുസ്ലിമീങ്ങളോടുള്ള സന്ധി ലംഘിക്കാൻ വലിയ സഖ്യകക്ഷികൾ അഹ്സാബ് യുദ്ധത്തിൽ, ഖന്ദഖ് യുദ്ധം ഉണ്ടായ ആ യുദ്ധത്തിൽ വലിയ കക്ഷികൾ വരുമ്പോൾ മുസ്ലിമീങ്ങളുമായുള്ള കരാർ ലംഘിച്ച് അവരുടെ കൂടെ കൂടി മുസ്ലിമീങ്ങൾക്ക് വലിയ നാശനഷ്ടങ്ങളും ഭീതിന്നമായ അവസ്ഥയും ഉണ്ടാക്കി തീർക്കാൻ
ബനൂ ഖുറൈളയെ പ്രേരിപ്പിച്ചത് ആരാണ്? അതിന് പ്രധാനമായും പണിയെടുത്തത് ഹുയൈ ഇബ്നു അഖ്തബാണ്. അയാൾ യഥാർത്ഥത്തിൽ ബനൂ നദീർ ഗോത്രക്കാരനാണ്, ബനൂ ഖുറൈളക്കാരനല്ല. പക്ഷേ പകമൂത്ത് മദീനയിൽ വന്ന് ബനൂ ഖുറൈളയെ അതിനുവേണ്ടി പ്രേരിപ്പിച്ചു. ഒടുവിൽ അവർ കരാർ വെച്ചു. എന്ത്? നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കണം, പരാജയപ്പെട്ടാൽ ഞങ്ങൾക്ക് ശിക്ഷ ലഭിക്കും, ആ ശിക്ഷ ഞങ്ങളും വാങ്ങാൻ തയ്യാറായി ഇവിടെ നിൽക്കണം, എങ്കിൽ മാത്രമേ ഞങ്ങൾ ഇറങ്ങുക. അതിനുപോലും അയാൾ തയ്യാറായി. ബനൂ നദീർ ഗോത്രക്കാരുടെ കൂടെ അവരുടെ നേതാവായിരുന്ന ഇയാൾ ബനൂ ഖുറൈളക്കാരുടെ കൂടെ പോയി ചേർന്നു. ഒടുവിൽ ബനൂ ഖുറൈളക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശിക്ഷ നടപ്പിലാക്കിയപ്പോൾ ഹുയൈ ഇബ്നു അഖ്തബിനെ കൊല്ലാൻ കൊണ്ടുപോകുമ്പോൾ പോലും അയാൾ യൂതന്മാരോട് പറഞ്ഞു എന്നാണ്, ബനൂ ഇസ്രായേൽ, നിങ്ങൾ പ്രശ്നമാക്കേണ്ടതില്ല, ഇത് നമ്മൾ ഇസ്രായേൽ മക്കൾക്ക് അള്ളാഹു വിധിച്ചതാണ്. ചിലപ്പോൾ നമ്മൾ അങ്ങനെ പരാജയപ്പെടും, ചിലപ്പോൾ നമ്മൾ വിജയിക്കും, അതുകൊണ്ട് ഇത് അള്ളാഹു നമുക്ക് നിശ്ചയിച്ചതാണ് എന്ന് ഈ ശിക്ഷ ഏറ്റുവാങ്ങുന്ന സമയത്തു പോലും അഹങ്കാരം, അഹന്ത വിടാതെ പറഞ്ഞ മനുഷ്യനാണ് ഹുയൈ ഇബ്നു അഖ്തബ്. അവരുടെ ശയാത്തീനിൽപ്പെട്ട അവരുടെ നേതാക്കന്മാരായ പിശാചുക്കളിൽ ഒരാൾ. എന്നാൽ നോക്കൂ, യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത് വയുഖ്രിജുൽ മയ്യിത്ത മിനൽ ഹയ്യ് എന്നതാണല്ലോ റബ്ബിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ആ ഹുയൈ ഇബ്നു അഖ്തബിന്റെ മകളാണ് ഉമ്മുൽ മുഅ്മിനീൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നിയായ സഫിയ ബിൻത് ഹുയൈ റളിയല്ലാഹു അൻഹ. ഖൈബറിൽ വെച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ മുസ്ലിമീങ്ങളുടെ ബന്ദിയായി പിടിക്കപ്പെട്ടു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ മോചിപ്പിക്കുകയും വിവാഹം ചെയ്യുകയും ചെയ്തു. ഉന്നതമായ സ്ഥാനം ഇസ്ലാമിൽ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു. ഇങ്ങനെയുള്ള ഹുയൈ ഇബ്നു അഖ്തബിന്റെ ഗോത്രമായ ബനൂ നദീർ ഖൈബറിനുണ്ട്. അവർ ഉപദ്രവകാരികളും മുസ്ലിമീങ്ങൾക്കെതിരിൽ കുതന്ത്രം മെനയുന്നവരുമാണ്, യാതൊരു സംശയവുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈബറിലേക്ക് പുറപ്പെടുകയാണ്. ഖൈബറിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെടുന്നത് ഹുദൈബിയ സന്ധിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം പങ്കെടുത്ത ബൈഅത്തുർ റിദ്വാനിൽ പങ്കെടുത്ത ആ മരത്തിന് കീഴിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുസരണം പ്രതിജ്ഞ പറഞ്ഞ, മരണം വരെ നബിയുടെ കൂടെ യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞ ആ സഹാബിമാരാണ്. അവരെയും കൂട്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈബറിലേക്ക് പുറപ്പെട്ടത്. കാരണം ഖൈബർ അല്ലാഹു അവർക്ക് നൽകിയ വാഗ്ദാനമാണ്. സൂറത്തുൽ ഫത്ഹ് എടുത്തു നോക്കൂ നിങ്ങൾ. വഅദകുമുല്ലാഹു മഗാനിമ കസീറതൻ തഖുദൂനഹ. അല്ലാഹു ആ ആയത്തിലൂടെ നൽകിയ വാഗ്ദാനമാണ് ഖൈബർ. ഈ ബൈഅത്തുർ റിദ്വാനിൽ പങ്കെടുത്ത, ഉംറ ചെയ്യാതെ തിരിച്ചു പോകേണ്ടി വന്നവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ ആ ബൈഅത്ത് വാങ്ങിയ ആ ബൈഅത്ത് ചെയ്തു, മരണം വരെ നബിയോടൊപ്പം പോരാടുമെന്ന്. പക്ഷെ അവർക്ക് പോരാടേണ്ടി വന്നില്ല. അല്ലാഹു അവർക്ക് നൽകിയ വാഗ്ദാനമാണ് യഥാർത്ഥത്തിൽ ഖൈബർ എന്ന് പറയുന്നത്. ഖുർആനിൽ അല്ലാഹു പറഞ്ഞു നോക്കൂ, വഅദകുമുല്ലാഹു മഗാനിമ കസീറതൻ തഅഖുദൂനഹ. അതുകൊണ്ട് തന്നെ അതിലേക്ക് പുറപ്പെടുമ്പോൾ, ഖൈബറിലേക്ക് പുറപ്പെടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉംറക്ക് പോകാതിരുന്നവർ, ഉംറക്ക് എന്തുകൊണ്ടാണ് അവർ ഹുദൈബിയ നടന്ന ആ ഉംറക്ക് പോകാതിരുന്നത്? എന്തുകൊണ്ടാണ്? സൂറത്തുൽ ഫത്ഹ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഈമാനില്ലാത്ത ദുർബലരായ ആളുകൾ, മുനാഫിഖുകൾ പോകാതിരുന്നത് ഈ പോകുന്നവർ തിരിച്ചു വരികയില്ല എന്ന് വിചാരിച്ചിട്ടാണ്. അല്ലൻ യൻഖലിബർ റസൂലു വൽ മുഅ്മിനൂന ഇലാ അഹ്ലിഹിം അബദൻ. ഒരിക്കലും തിരിച്ചു വരികയില്ല. റസൂലും കൂടെയുള്ള മുഅ്മിനുകളും ഇനി കുടുംബത്തിലേക്ക്, മദീനയിലേക്ക് തിരിച്ചു വരാൻ പോകുന്നില്ല എന്ന് കണക്കാക്കിയിട്ടാണ് പോകാതിരുന്നത്. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സൂറത്തിന്റെ തുടക്കത്തിൽ അല്ലാഹുവിനെ കുറിച്ച് മോശം വിചാരിക്കുന്നവരെ കുറിച്ച് പറഞ്ഞത് കാണാം. ആയത്തെടുത്ത് നോക്കുക. അല്ലാഹു അവരോട് കോപിച്ചിരിക്കുന്നു, അല്ലാഹു അവരോട് അവർ ശപിച്ചിരിക്കുന്നു, അവർക്കാണ് എല്ലാ ദുരന്തങ്ങളും ഉള്ളത്, ശിക്ഷയുള്ളത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത് കാണാം, അല്ലാഹുവിനെ കുറിച്ച് സൂഉദ്ദൻ, മോശം വിചാരം വെച്ചു പുലർത്തുക എന്നതിന് അല്ലാഹു പറഞ്ഞ ശിക്ഷ പോലെ വേറൊന്നിനും പറഞ്ഞിട്ടില്ല. എന്താണ് അല്ലാഹുവിനെ കുറിച്ച് മോശം വിചാരം വെച്ചു പുലർത്തുക എന്ന് പറഞ്ഞാൽ? ഓരോ മുശ്രിക്കും കാഫിറും അല്ലാഹുവിനെ കുറിച്ച് സൂഉദ്ദൻ പുലർത്തിയവനാണ്. അതാണ് അല്ലാഹുവിനെ കുറിച്ചുള്ള ഏറ്റവും മോശമായ വിചാരം. അല്ലാഹുവിനൊരു ശരീക്കുണ്ട്, അവനൊരു പങ്കാളിയുണ്ട്, അവനിലേക്ക് അടുപ്പിക്കാൻ താൻ വിളിച്ചു തേടേണ്ട മധ്യവർത്തികളുണ്ട് എന്ന വിശ്വാസമാണ് അല്ലാഹുവിനെ കുറിച്ചുള്ള ഏറ്റവും മോശമായ വിചാരം, സുഉബൻ.
അള്ളാഹുവിനെ നിഷേധിക്കുന്നവർ, പരലോകത്തെ നിഷേധിക്കുന്ന, അള്ളാഹുവിനെ കുറിച്ച് മോശം വിചാരം വെച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ അടിമകളെ വെറുതെ ഇവിടെ നിശ്ചയിച്ചതാണ്, അവർക്ക് വിചാരണയില്ലാതെ, ശിക്ഷയില്ലാതെ, പ്രതിഫലമില്ലാതെ. അള്ളാഹുവിനെ കുറിച്ചുള്ള മോശം വിചാരമാണ്. റബ്ബിന്റെ പേരുകളെ, വിശേഷണങ്ങളെ നിഷേധിക്കുന്നവർ അള്ളാഹുവിനെ കുറിച്ച് സൂഅ് ദന്ന് പുലർത്തി വരാൻ, മുനാഫിഖുകൾ അള്ളാഹുവിനെ കുറിച്ച് മോശം ദന്ന് പുലർത്തി വരാൻ. അതാണ് അവിടെയാണ് ഇബ്നുൽ ഖയ്യിം പറഞ്ഞത്, അള്ളാഹു ഒരിക്കലും മുഅ്മിനുകളെ സഹായിക്കുകയില്ല. എന്നും കുഫാറുകൾക്ക്, മുശ്രിക്കുകൾക്ക്, മുഅ്മിനുകൾക്ക് മേൽ അള്ളാഹു അധികാരം നൽകും, വിജയം നൽകും എന്നൊരുവൻ റബ്ബിനെ കുറിച്ച് ചിന്തിച്ചാൽ ഫഖദ് അസഅ അല്ലാഹു ബില്ലാഹ്, അള്ളാഹുവിനെ കുറിച്ച് അവൻ മോശം വിചാരിച്ചിരിക്കും. പാടില്ല. മുനാഫിഖുകളുടെ വിചാരമാണ്. ഇതൊന്നും ഒരിക്കലും ശാശ്വതമല്ല. മുസ്ലിമീകൾക്കുണ്ടാകുന്ന പരാജയങ്ങളും അവർക്കുള്ള ക്ഷീണവുമെല്ലാം താൽക്കാലികമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് ഉന്നതമായ വിജയവും പ്രതാപവും ഒരുക്കി വെച്ചിരിക്കുന്നു, യാതൊരു സംശയവുമില്ലാതെ. അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അതിന് ശേഷം മുസ്ലിമീങ്ങൾക്ക് അള്ളാഹുവിനെ കുറിച്ച് വരുന്ന മോശം വിചാരത്തെ കുറിച്ച് പറയുകയുണ്ടായിട്ടുണ്ട്. ഇസ്ലാമിന് പുറത്തു പോകുന്ന തരത്തിലുള്ള മോശം വിചാരമല്ല, പക്ഷെ എന്നാലും അതുണ്ടാകും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇതിൽ നിന്ന് രക്ഷപ്പെടുന്ന ആളുകൾ വളരെ കുറവാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള മോശം വിചാരത്തിൽ നിന്ന്. ഏത് നിലക്കുള്ള മോശം വിചാരം? കുഫറിലെത്തുന്ന, ശിർക്കിലെത്തുന്ന മോശം വിചാരമല്ല, മുസ്ലിമീങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന സൂഅ്. അതെന്താണ്? അദ്ദേഹം പറയുകയുണ്ടായി, ആളുകളോട് പലരോടും സംസാരിച്ചാൽ അവന്റെ വാക്കുകൾക്കിടയിലൂടെ, വരികൾക്കിടയിലൂടെ നിനക്ക് വായിക്കാം. എന്താണ് സംസാരത്തിൽ? അവൻ അള്ളാഹു നൽകേണ്ടിയിരുന്ന പലതും അള്ളാഹു അവന് നൽകാത്തതുപോലെ. അവൻ ഇതിനേക്കാളും എത്രയോ അർഹതപ്പെട്ടതാണ്, പണത്തിലും അധികാരത്തിലും ഒക്കെ. പക്ഷെ അള്ളാഹു അവനെന്തോ കുറച്ച് നൽകിയതുപോലെ, തനിക്ക് അർഹതപ്പെട്ടത് അള്ളാഹു എന്തോ നൽകാത്തതുപോലെ. നേർക്കുനേരം അവനത് പറയില്ല എങ്കിലും അവന്റെ വാക്കുകൾക്കിടയിൽ അത് കാണാം. ഇബ്നുൽ ഖയ്യിം പറഞ്ഞു, ചാരം അങ്ങ് നീക്കിയാൽ അടിയിൽ കനൽ കാണുന്നത് പോലെ പലരുടെയും മനസ്സിൽ അള്ളാഹുവിനെ കുറിച്ച് മോശം വിചാരമുണ്ട് എന്ന്. അദ്ദേഹം ഒരിക്കലും നീ നിന്റെ റബ്ബിനെ കുറിച്ച് സൂഅ് ദന്ന് വെച്ച് പുലർത്തരുത്. മറിച്ച് നീ എല്ലാ സൂഅ് ദന്നും, മോശം വിചാരവും വെച്ചു പുലർത്തേണ്ടത് നിന്റെ നഫ്സിനെ കുറിച്ചാണ്, നിന്നെ കുറിച്ചാണ്. അതിലെന്തെങ്കിലും ഒരു ഖൈറുണ്ട് എങ്കിൽ അത് നിന്റെ റബ്ബ് തന്നതാണ്, അള്ളാഹു തന്നതാണ്. അള്ളാഹുവിനെ കുറിച്ച് നല്ലതല്ലാതെ നിങ്ങൾ വിചാരിച്ചു പോകരുത്. നീ ആരോടാണ് നിന്റെ റബ്ബിനെ കുറിച്ച് പരാതി പറയുന്നത്? നിനക്കൊന്നും നൽകാത്തവനോട് നിനക്കെല്ലാം നൽകിയവനെ കുറിച്ച് പരാതി പറയുകയാണ്. ചെയ്യരുത്. അതുകൊണ്ട് ആ സൂറത്തിൽ നമുക്കത് കാണാം. സൂറത്തുൽ ഫത്ഹിൽ അള്ളാഹുവിനെ കുറിച്ച് മോശം വിചാരം പറഞ്ഞവരെ കുറിച്ച് എങ്ങനെയാണ് അള്ളാഹു വിശേഷിപ്പിച്ചത് എന്ന് ആ സൂറത്ത് നിങ്ങൾ എടുത്തു നോക്കും, അതൊന്ന് മനസ്സിരുത്തി വായിച്ചു നോക്കും. ആ മുനാഫിക്കുകൾ അള്ളാഹുവിനെ കുറിച്ച് മോശം വിചാരിച്ചിരിക്കുന്നു. അവർ വിചാരിച്ചു നബിയും സഹാബത്തും തിരിച്ചു വരികയില്ലായിരുന്നു. എന്നിട്ട് ഖൈബറിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ അവരെന്തു പറഞ്ഞു? സൂറത്തുൽ ഫത്ഹിൽ നമുക്ക് കാണാം, സയഖൂലുൽ മുഖല്ലഫൂന ഇദാ തലഖ്തും ഇലാ മഗാനിമ ലിതഅഖുദൂഹാ ദറൂനാ നത്തബിഉകും. ആ ഗനീമത്ത് സ്വത്തുക്കൾ എടുക്കാൻ നിങ്ങൾ പോകുമ്പോൾ അവർ ഹുദൈബിയയിൽ വരാതെ, ഉംറക്ക് വരാതെ, നബിയുടെ കൂടെ വരാതെ പിന്തു നിന്നവർ പറയും, ഞങ്ങളും നിങ്ങളുടെ കൂടെ വരട്ടെ. യുരീദൂന അൻ യുബദ്ദിലു കലാം അല്ലാഹ്, അല്ലാഹുവിന്റെ കലാം മാറ്റിമറിക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. അവർക്കത് ലഭിക്കുകയില്ല. ബൈഅത്തുൽ റിദ്വാനിൽ പങ്കെടുത്തവർക്കുള്ളതാണത് എന്ന് അള്ളാഹു നിശ്ചയിച്ചതാണ്. അത് മാറ്റാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഖുല്ലൻ തത്തബിഊന, ഇല്ല നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരാൻ പോകുന്നില്ല എന്ന് പറയുക. കദാലികും ഖാല അല്ലാഹു മിൻ ഖബ്ൽ, അങ്ങനെയാണ് അള്ളാഹു നേരത്തെ പറഞ്ഞത്. ഫസയഖൂലൂന ബൽ തഹ്സുദൂനനാ, അപ്പോൾ അവർ പറയും നിങ്ങൾക്ക് ഞങ്ങളുടെ അസൂയ, അതുകൊണ്ടാണ് ഞങ്ങളെ കൂട്ടാത്തത്. ബൽ കാനൂ ലാ യഫ്ഖഹൂന ഇല്ലാ ഖലീല, അല്ല യഥാർത്ഥത്തിൽ പ്രശ്നം എന്താണ്? അവർ നേർക്കുനേരെ കാര്യം ഗ്രഹിക്കുന്നില്ല എന്നതാണ്. അങ്ങനെ ഈ ആളുകൾ ഖൈബറിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പുറപ്പെടുകയാണ്. ബൈഅത്തുൽ റിദ്വാനിൽ പങ്കെടുത്ത ആളുകൾ പുറപ്പെടുകയാണ്. ഖൈബറിലേക്ക് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവേശിക്കുന്നു. ഖൈബറിലേക്ക് പ്രവേശിക്കുന്നു. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, ഫഅതൈനാഹും ഹീന ബസഗത്തി ശംസു, സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ഞങ്ങൾ അവിടെ എത്തി, ഖൈബറിലെത്തി. വഖദ് ഖറജ യഹൂദു ഖൈബർ, ഖൈബറിലെ യഹൂദികൾ പുറപ്പെട്ടിട്ടുണ്ട്. ഇലാ സുറൂഇഹിം ബിമസാഹിഹിം വമകാതിരിഹിം വഅഖറജു മവാശിയഹും, അവരവരുടെ കൃഷിക്കുള്ള
കിളക്കാനും മറ്റുമുള്ള ആയുധങ്ങളും ഒക്കെ എടുത്ത് പുറപ്പെട്ടിട്ടുണ്ട്. കോട്ടകളിൽ നിന്ന് പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. അവരുടെ കന്നുകാലികളെ അവർ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. വലാ യശ്ഉറൂൻ, കാര്യം അവർക്ക് മനസ്സിലായിട്ടില്ല. മുസ്ലിമീങ്ങൾ വരുന്നത് തിരിഞ്ഞിട്ടില്ല. ഫലമ്മാ റഅൗ ജയ്ശൽ മുസ്ലിമീൻ ഫസിഉ, മുസ്ലിമീങ്ങളുടെ സൈന്യത്തെ കണ്ടപ്പോൾ അവർ ഞെട്ടിപ്പോയി. അവർ പറഞ്ഞു, മുഹമ്മദുൻ വല്ലാഹ് മുഹമ്മദുൻ വൽ ഖമീസ്, ഇത് മുഹമ്മദും ഖമീസുമാണ് വന്നിട്ടുള്ളത്. ഖമീസ് എന്നാൽ സൈന്യത്തിന് പറയുന്ന പേരാണ് ഖമീസ്. കാരണം സൈന്യത്തിന് 5 ഭാഗങ്ങളുണ്ട്. ഹംസ 5ആണല്ലോ. അതേതൊക്കെയാണ്? ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് മുഖദ്ദമ അഥവാ മുമ്പിലുള്ളത്. സാഖ എന്ന് പറഞ്ഞാൽ സൈന്യത്തിന്റെ ഏറ്റവും പിന്നിലുള്ള ഭാഗം, പിന്നിലുള്ള ആളുകൾ. മുന്നിലുള്ളവർ, പിന്നിലുള്ളവർ. മൈമന, മൈസറ, വലതുഭാഗം, ഇടതുഭാഗം. മധ്യത്തിലുള്ളതിന് ഖൽബ് എന്ന് പറയും. ഖൽബ്. ഈ 5 ഭാഗങ്ങളാണ് സൈന്യത്തിനുള്ളത്. അതുകൊണ്ട് സൈന്യത്തിനെ എന്ത് പറയാറുണ്ട്? ഖമീസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൈന്യത്തിനെ കണ്ടപ്പോൾ അവർ പറഞ്ഞു, മുഹമ്മദുൻ വൽ ഖമീസ്, ദാ മുഹമ്മദും സൈന്യവും എത്തിയിരിക്കുന്നു. ثم رجعوا هاربين الى حصونهم, എന്നിട്ട് അവർ ഓടി അവരുടെ കോട്ടക്കകത്തേക്ക് കയറുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു അക്ബർ, ഖരിബത് ഖൈബർ, ഇന്ന ഇദാ നസൽനാ സാഹത ഖൗമിൻ ഫസാഅ സബാഹുൽ മുൻദിരീൻ. എവിടെ കേട്ടിട്ടുണ്ട്? സൂറത്ത് സഫാത്തിൽ അല്ലാഹു പറഞ്ഞത് കേട്ടിട്ടുണ്ട്. ആ ഖുർആനിലുള്ള പ്രയോഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഖ്തിബാസ് ചെയ്തുകൊണ്ട്, ഒരു ഖുർആനിലെ പ്രയോഗവും മറ്റും ഖുർആനിലെ എന്താണെന്ന് പറയാതെ കടമെടുക്കുന്നതിന് ഇഖ്തിബാസ് എന്ന് പറയും. ഭാഷയ്ക്ക് ഭംഗി കൂട്ടാനുള്ള പ്രയോഗങ്ങളിൽ ഒന്നാണ് ഇഖ്തിബാസ്. ഖബസ് എന്ന് പറഞ്ഞാൽ എന്താ? മൂസാ നബി പറഞ്ഞില്ലേ, ബിഖബസിൻ, അല്ലെ? ഒരു കത്തിയ തീയിൽ നിന്ന് ഒരു കൊളുത്തിങ്ങെടുക്കുക, അതിനെന്ത് പറയും? ഖബസ്. ഇഖ്തിബാസ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് അല്പിങ്ങെടുക്കുക. അത് ബലാഗയുടെ ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഭാഷ ഭംഗി കൂട്ടാനുള്ള വഴികളിൽ ഒന്നാണ്. അതിലേക്കാണെന്ന് പറയാതെ, അതിൽ നിന്നാണെന്ന് പറയാതെ അതിൽ നിന്ന് ഉദ്ധരിക്കുക. ഖുർആനിൽ നിന്നാണെന്ന് പറയാതെ ഖുർആനിൽ നിന്ന് ഉദ്ധരിക്കുക. അതിൽ ചില മാറ്റങ്ങളോടെ ഉദ്ധരിക്കുക, ചില മാറ്റം വരുത്തിയിട്ട് ഉദ്ധരിക്കുക. അതായത് ഖുർആൻ എന്ന് പറഞ്ഞിട്ടല്ല ഉദ്ധരിക്കുന്നത്, ഖുർആൻ എന്ന നിലക്കല്ല ഉദ്ധരിക്കുന്നത്. എന്നാൽ അതിലുള്ള വാക്കുകൾ കടമെടുക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു അക്ബർ, ഖരിബത് ഖൈബർ, അല്ലാഹു അക്ബർ, ഇദാ ഖൈബർ തകർന്നിരിക്കുന്നു. ഇന്ന ഇദാ നസൽനാ സാഹത ഖൗമിൻ, ഞങ്ങളൊരു ഖൗമിന്റെ നടുമുറ്റത്ത് ചെന്നിറങ്ങിയാൽ ഫസാഅ സബാഹുൽ മുൻദിരീൻ, ആ താക്കീത് നൽകപ്പെട്ടവരുടെ പകൽ അത് അങ്ങേയറ്റം മോശമായ പകലായിരിക്കും, അവർക്ക് അങ്ങേയറ്റം മോശമായ അനുഭവങ്ങളായിരിക്കും അന്നുണ്ടാവുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ഖൈബർ യഥാർത്ഥത്തിൽ ധാരാളം കോട്ടകൾ നിറഞ്ഞ സ്ഥലമാണ്. ഖൈബർ ധാരാളം കോട്ടകൾ നിറഞ്ഞ സ്ഥലമാണ്. അതിൽ പല ഭാഗങ്ങളുണ്ട്. ഖൈബർ ഒരു ഭാഗത്ത് 2 ഇടങ്ങളിലായി. ആദ്യ ഭാഗത്ത്, ഖൈബറിലെ ആദ്യ ഭാഗത്ത്, ആദ്യത്തെ പ്രദേശത്ത് 2 ഇടങ്ങളിലായി 8 പ്രധാനപ്പെട്ട കോട്ടകൾ ഉണ്ടായിരുന്നു. പിന്നെ ചെറിയ ചെറിയ കുറെ കോട്ടകളും. ഇതിൽ ആദ്യത്തെ മുസ്ലിമീങ്ങൾ വിജയിച്ചടക്കിയ കോട്ടയുടെ പേര് ഹസ്നു നായിം എന്നായിരുന്നു. നായിം, ഹസൻ. ഹസൻ എന്നാൽ കോട്ട. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും എത്തുമ്പോൾ അവിടെ യഹൂദരിൽ വളരെ ശക്തനായിരുന്ന മിർഹബ് എന്നു പേരുള്ള ഒരാളുണ്ടായിരുന്നു. മർഹബ് എന്നാണ് അയാളുടെ പേര്. മർഹബ് ധീരനായ അവരുടെ കൂട്ടത്തിൽ ഒരു പോരാളിയായിരുന്നു. അയാൾ മുസ്ലിമീങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി. എന്ന് പറഞ്ഞാൽ ആദ്യം സൈന്യങ്ങൾ ഏറ്റുമുട്ടുന്നതിന് മുമ്പ് ഓരോരുത്തരായി ആരുടെ എന്നെ നേരിടുക എന്ന് പറഞ്ഞുകൊണ്ട് വെല്ലുവിളിക്കുന്ന രീതി ഉണ്ട്. അത് ബദറിലും മറ്റും നമ്മളത് പറഞ്ഞിരുന്നു. മർഹബ് വന്നു. മർഹബ് വന്നപ്പോൾ അയാളുടെ കയ്യാൽ ആമിർ ബിൻ അക്വ എന്നു പേരുള്ള
സഹാബിമാരിൽ ഒരാൾ കൊല്ലപ്പെടുകയുണ്ടായി. ആ സഹാബി വാൾ വീശിയപ്പോൾ ആ വാൾ തിരിഞ്ഞു വന്ന് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ തന്നെ കൊണ്ടു. അതിനുശേഷമായിരുന്നു അദ്ദേഹം കൊല്ലപ്പെട്ടു. ഇത് കണ്ടപ്പോൾ ചില ആളുകൾ തെറ്റിദ്ധരിച്ചിട്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്തതാണ് എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന്റെ സഹോദരന്റെ മകനായ സലമത്ത് ബിൻ അക്വ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോയി കാര്യം പറഞ്ഞ ചില ആളുകൾ ഇങ്ങനെ പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരിക്കലുമല്ല, ഇന്നഹു ലജാഹിദുൻ മുജാഹിദ്, അദ്ദേഹം കഠിനമായി അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടിയ, റബ്ബിന്റെ മാർഗത്തിൽ പണിയെടുത്ത ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് നല്ല രൂപത്തിൽ നല്ല അന്ത്യമാണെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതിനു മുമ്പ് ആ യാത്രക്കിടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി പൊറുക്കലിനെ തേടിയിരുന്നു. അപ്പൊ സഹാബിമാർക്ക് അപ്പോൾ തന്നെ തോന്നിയിരുന്നു, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ജീവിച്ചിരിക്കുന്ന ആൾക്ക് വേണ്ടി അത് തേടുക പൊതുവെ അദ്ദേഹത്തിന്റെ ഷഹാദത്ത് മരണമടുത്തതിനുള്ള സൂചനയാണ്. എന്നാൽ ആമിർ ബിൻ അക്വ റളിയല്ലാഹു അൻഹു ആ യുദ്ധത്തിൽ മർഹബുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുകയുണ്ടായി. അതിനുശേഷം മർഹബ് വെല്ലുവിളിച്ചു. മർഹബ് വീണ്ടും വെല്ലുവിളിച്ചു. അയാൾ ഉച്ചത്തിൽ ചൊല്ലിയെന്നാണ് قد علمت خيبر أني مرحب شاك السلاح بطل مجرب. ഖൈബറിനറിയാം ഞാൻ മർഹബാണ്, ഞാൻ ആയുധങ്ങൾ പരിപൂർണമായ ആയുധമെടുത്ത ബത്തൽ എന്ന് പറഞ്ഞാൽ ഹീറോ എന്ന് പറയും, അതായത് ഒരു യുദ്ധനായകനാണ്. മുജറബ്, യുദ്ധത്തിൽ അങ്ങേയറ്റം കഴിവ് നേടി, അതിൽ യുദ്ധം ഒരുപാട് കണ്ടിട്ടുള്ള ആളാണ്. ഇദൽ ഹുറൂബു അഖ്ബലത് തലഹബ്, യുദ്ധം വന്നാൽ ഞാനൊരു തീ കണക്കെ ജ്വലിച്ചു നിൽക്കുന്നവനാണ്. ഈ രൂപത്തിൽ മർഹബ് സ്വയം പുകഴ്ത്തുന്ന കവിതകൾ പാടിയത് അത് യുദ്ധത്തിൽ ഒരു പതിവാണ്. യുദ്ധത്തിൽ അങ്ങനെ വീരത, ഒരാൾ സ്വന്തം ശൂരത പറയുക, അതൊക്കെ യുദ്ധത്തിലെ രീതികൾ, ആ രൂപത്തിൽ നടക്കുക, ഇതെല്ലാം യുദ്ധത്തിന്റെ രീതികളിൽപ്പെട്ടതാണ്. ഇങ്ങനെ മർഹബ് വലിയ രൂപത്തിൽ അവിടെ മുസ്ലിമീങ്ങൾക്ക് നാശമുണ്ടാക്കുന്ന രൂപത്തിൽ നിന്നുവെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും കോട്ട തകർക്കാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനും ചെന്ന ഉടനെ ആ കോട്ട തകർക്കാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 10ാമത്തെ ദിവസം സഹാബത്തിനോട് പറഞ്ഞു എന്നാണ്, ലഉഅതിയന്ന റായത ഗദൻ റജുലൻ യുഹിബ്ബുല്ലാഹ വറസൂലഹു വയുഹിബ്ബുഹുല്ലാഹു വറസൂലുഹു ലാ യർജിഉ ഹത്താ യുഫ്തഹ ലഹു. ഇതാ ഞാൻ നാളെ യുദ്ധത്തിന്റെ പതാക ഒരാൾക്ക് കൈമാറും. യുഹിബ്ബുല്ലാഹ വറസൂലഹു, അദ്ദേഹം അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും സ്നേഹിക്കുന്നു. വയുഹിബ്ബുഹുല്ലാഹു വറസൂലുഹു, അല്ലാഹുവും അവന്റെ റസൂലും അദ്ദേഹത്തെ സ്നേഹിക്കുന്നു. ലാ യർജിഉ ഹത്താ യുഫ്തഹ ലഹു, വിജയിച്ചടക്കാതെ, കോട്ട തകർക്കാതെ, അത് വിജയിച്ചടക്കാതെ അദ്ദേഹം മടങ്ങുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, ആ ദിവസമല്ലാതെ ഒരിക്കലും ഞാൻ അധികാരത്തിന് ചോദിച്ചിട്ടില്ല. കാരണം അന്ന് ആ അധികാരം നൽകുന്ന ആളെ കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അമീറാക്കുന്ന ആളെ കുറിച്ചാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അന്നല്ലാതെ ഞാൻ ഒരിക്കലും അധികാരത്തിന് കൊതിച്ചു പോയിട്ടില്ല. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആർക്കാണ് പതാക നൽകുക എന്നത് ആഗ്രഹിച്ചുകൊണ്ട് നബി എന്നെ വിളിച്ചെങ്കിൽ എന്ന രൂപത്തിൽ, നബി കാണുന്ന രൂപത്തിൽ ആളുകൾ നിൽക്കുകയുണ്ടായി. ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫതസാവർതു ലഹാ റജാഅ അൻ ഉദ്അ ലഹാ, ഞാൻ നബി എന്നെ വിളിച്ചിരുന്നെങ്കിൽ എന്ന നിലയ്ക്ക് ചെന്നു. ബുറൈദത്ത് ഇബ്നുൽ ഹുസൈബ് അൽ അസ്ലമി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, വഅന ഫീ മൻ തതാവല ലഹാ, എന്നെ വിളിച്ചിരുന്നെങ്കിൽ എന്ന നിലയ്ക്ക് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്ന രൂപത്തിൽ നിന്നു. അങ്ങനെ ആളുകൾ ആരെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കുക എന്ന രൂപത്തിൽ കഴിച്ചുകൂട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയുണ്ടായി, ഐന അലി ഇബ്നു അബി താലിബ്, അലി എവിടെ? ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു. നോക്കൂ നിങ്ങൾ, അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിനുള്ള ഉന്നതമായ പദവിയും ശ്രേഷ്ഠതയും ഈ ഹദീസിലുണ്ട്. അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്നു, അള്ളാഹുവും റസൂലും സ്നേഹിക്കുന്നു. അങ്ങനെയുള്ള മഹാനായ സഹാബിയാണ് അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു.
ഈ ഉമ്മത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ നാലാമത്തെ സ്ഥാനത്തുള്ള മഹാൻ അലി ഇബ്നു അബി താലിബാണ്. അബൂബക്കറിനും ഉമറിനും ഉസ്മാനും ശേഷം ഈ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠനാരാണ്? അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു വഅർദാഹു. ഉന്നതമായ സ്ഥാനമാണ്. ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ ആലോചിച്ചു നോക്കുക. ആ ശ്രേഷ്ഠത അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിന് ഉണ്ട്. പല ശ്രേഷ്ഠതകൾ അലിയെ കുറിച്ച് പറയപ്പെട്ടിട്ടുണ്ട്. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത് കാണാം, അലി ഇബ്നു അബി താലിബിനെ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന റിവായത്തുകളിൽ ഇത്രയും അധികം ശ്രേഷ്ഠത വന്നിട്ടുള്ള വേറൊരു സഹാബിയില്ല. എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, പിൽക്കാലത്ത് അലിയെ കുറ്റം പറയുന്നവർ വന്നതുകൊണ്ട് അലിയെ കുറിച്ച് ഉള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രശംസാവാചകങ്ങൾ പഠിച്ചിട്ടുള്ള ആരെല്ലാം ഉണ്ടോ അവരെല്ലാം അത് പറഞ്ഞ് ഉദ്ധരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഏറ്റവും അധികം പ്രശംസകളും പുകഴ്ത്തലുകളും നമുക്ക് ഹദീസുകളിൽ ആരെക്കുറിച്ച് കാണാം? അലി ഇബ്നു അബി താലിബിനെ കുറിച്ച് കാണാം. കാരണം അത് കേട്ട സഹാബിമാർ അത് നഷ്ടപ്പെടുത്താതെ ഉദ്ധരിക്കാൻ ശ്രദ്ധിച്ചു. കാരണം അലിയെ കുറ്റം പറയുന്ന ആളുകൾ പിൽക്കാലത്തുണ്ടായി എന്നതുകൊണ്ട്. എന്നാൽ ശ്രേഷ്ഠതയിൽ ഏറ്റവും മുന്നിലാണ് അബൂബക്കർ സിദ്ദീഖാൻ. രണ്ടാമതാരാണ്? ഉമർ ഇബ്നുൽ ഖത്താബാൻ. പിന്നെ ഉസ്മാൻ, പിന്നെ അലി. അതാണ് അതിന്റെ തർത്തീബ്. എന്നാൽ പിൽക്കാലത്ത് അലിയെ ചീത്ത വിളിക്കുന്ന ആളുകളുണ്ടായി. എന്തിന്? അലി ഇബ്നു അബി താലിബിനെ അബ്ദുറഹ്മാൻ ബിൻ മുൽജിം എന്ന ഖവാരിജികളിൽ ഒരുവൻ കൊലപ്പെടുത്തുകയുണ്ടായി. ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ബിദ്അത്ത് ഒരു മനുഷ്യനെ എവിടെ എത്തിക്കുമെന്ന്. അബ്ദുറഹ്മാൻ ബിൻ മുൽജിം അള്ളാഹുവിന്റെ പ്രതിഫലം ലഭിക്കാൻ വേണ്ടി കൊല്ലുകയാണ്. ആരെ? അന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും അള്ളാഹുവിങ്കൽ ശ്രേഷ്ഠരായവരെ. അലി ഇബ്നു അബി താലിബ് ഖലീഫയായ കാലത്ത് ദുനിയാവിൽ അലിയേക്കാൾ ശ്രേഷ്ഠനായ ഒരാളുമില്ല. ഭൂമിയിലൂടെ ഭൂമി പുറത്ത് നടക്കുന്ന അലിയേക്കാൾ ശ്രേഷ്ഠനായ ഒരാളുമില്ല. പക്ഷെ അലി ഇബ്നു അബി താലിബിന് അബ്ദുറഹ്മാൻ ബിൻ മുൽജിം റമദാനിൽ അതിന്റെ അവസാന നാളുകൾ കൊലപ്പെടുത്തുകയാണ്. എന്തിനു വേണ്ടി? അള്ളാഹുവിൽ പ്രതിഫലം ലഭിക്കാൻ. കാരണം അയാൾ വിചാരിച്ചത് സൽക്കർമ്മമാണ് എന്ന്. ബിദ്അത്ത് അവിടെയാണ് ഒരു മനുഷ്യനെ എത്തിക്കുക. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. കാര്യങ്ങൾ നേരെ തലതിരിച്ച് മനസ്സിലാക്കുന്ന അവസ്ഥയിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിക്കും. അയാളെ സഹാബിമാർ ശിക്ഷിക്കാൻ വേണ്ടി കൊണ്ടുവന്നപ്പോൾ അയാൾ താൻ ചെയ്ത പ്രവൃത്തിയിൽ അഭിമാനിച്ചിരിക്കുകയാണ്. അള്ളാഹുവിനെ ദിക്ർ ചെയ്തിരിക്കുകയാണ്. യാ സുബ്ഹാനല്ലാഹ്. അതാണ് ഖൈറെന്ന് വിചാരിക്കുന്നു, പക്ഷേ ഏറ്റവും ഷർറായ കാര്യത്തിൽ അകപ്പെടും. ബിദ്അത്തുകൾ നാം എത്രമാത്രം സൂക്ഷിക്കേണ്ടതുണ്ട് എന്നതിന്റെ ആ പാഠമാണ് നമുക്ക്. അതിൽ വളരെ കടുത്ത ബിദ്അത്താണ് ഖവാരിജികളുടെ ബിദ്അത്ത്. ഖവാരിജികളുടെ ബിദ്അത്ത് മുസ്ലിം ഉമ്മത്തിനെ കാഫറാക്കുന്ന, അവരുടെ ഭരണാധികാരികൾക്കെതിരിൽ വാക്കും പ്രവൃത്തിയുമായി തിരിയുന്ന ഖവാരിജികളുടെ ബിദ്അത്താണ് ബിദ്അത്തുകളിൽ ഏറ്റവും കടുത്തത്. അതിന്റെ ഏത് രൂപത്തിലുള്ള ഇനങ്ങളെയും നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നോക്കൂ, അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിനെ നബി വിളിക്കുകയാണ്. ആ ഹദീസിലെ പ്രധാനപ്പെട്ട ഒരു പാഠമാണ്. എന്ത്? നമ്മൾ എന്ത് പ്രവർത്തിച്ചാലും എന്ത് തന്നെ മുന്നൊരുക്കങ്ങൾ എടുത്താലും അള്ളാഹു ഉദ്ദേശിച്ചതാണ് ലഭിക്കുക. ഇവിടെ ഒരുപാട് ആളുകൾ അത് കൊതിച്ചിട്ടുണ്ട്. പക്ഷേ അള്ളാഹു ആ ശ്രേഷ്ഠത ഉദ്ദേശിച്ചത് അലി ഇബ്നു അബി താലിബിനാണ്. അലി ആകട്ടെ അവിടെ വന്നിട്ടേ ഇല്ല. അലി ആ സദസ്സിലേ ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എവിടെ അലി? നോക്കുമ്പോൾ അലി കണ്ണിന് അസുഖമായി വന്നിട്ടില്ല. കൊണ്ടുവരാൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് മുഹമ്മദ് ഇബ്നു മസ്ലമ റളിയല്ലാഹു അൻഹു അലിയെ കൂട്ടിയിട്ട് വരികൻ. ഒറ്റയ്ക്ക് വരാൻ സാധിക്കുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമിനീർ തെറിപ്പിച്ചുകൊണ്ട് അലിയുടെ കണ്ണിലേക്ക് ഊതുകയുണ്ടായി. ഫബറ, അലിക്ക് സുഖപ്പെട്ടു. ജീവിതത്തിൽ അലിക്ക് പിന്നെ കണ്ണിന്റെ അസുഖം വന്നിട്ടില്ല. ഒരിക്കലും ജീവിതത്തിൽ അലി ഇബ്നു അബി താലിബിന് പിന്നെ കണ്ണിന് അസുഖം വന്നിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പതാക കൊടുത്തു. അലി ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഉഖാതിലുഹും ഹത്താ യകൂനു മിസ്ലന, അവർ മുസ്ലിമീങ്ങളാകുന്നതുവരെ, നമ്മെ പോലെ ആകുന്നതുവരെ ഞാൻ അവരോട് യുദ്ധം ചെയ്യണമല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉംഫുസ് അലാ റിസ്ലിക് ഹത്താ തൻസില ബിസാഹതിഹിം, നീ പോവുക, എന്നിട്ട് അവരുടെ മുറ്റത്തിറങ്ങുക, അവരുടെ അടുത്ത് എത്തുക, എന്നിട്ട് ധൃതി കാണിക്കരുത്. മറിച്ച് എന്ത് ചെയ്യുക? സുമ്മ ദുഉഹും ഇലൽ ഇസ്ലാം, ഇസ്ലാമിലേക്ക് അവരെ ക്ഷണിക്കുക. വഅഖ്ബിർഹും ബിമാ യജിബു അലൈഹിം മിൻ ഹഖ്ഖില്ലാഹി ഫീഹി, അല്ലാഹുവിനോടുള്ള അവരുടെ ബാധ്യത എന്താണ്, ഇസ്ലാമിൽ അവരുടെ ബാധ്യത അതവരെ പഠിപ്പിച്ചു കൊടുക്കുക. ഫവല്ലാഹി ലഅൻ യഹ്ദി അല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൻ ലക മിൻ ഹുംറിൻ നഅം,
അള്ളാഹുവാണ്. നീ മുഖേന അള്ളാഹു ഒരാളെ ഹിദായത്തിലാക്കുക എന്നത് ഹുംറുൻ നഅം. ഇതാണ് ഹുംർ. മീമിന് സുക്കൂനാണ്, മീമിന് ദമ്മോടെ വായിക്കരുത്. അപ്പോൾ ഹുമുർ എന്നതായിപ്പോ. ഹുമുർ എന്നത് ഹമീറിന്റെ ഹിമാറിന്റെ ബഹുവചനമാണ്. ഹുമർ എന്ന് പറഞ്ഞാൽ അഹ്മർ എന്ന നിറമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഹുമർ സുക്കൂൻ. ഹുംറുൻ നഅം. ചുവന്ന ഒട്ടകങ്ങൾ നിനക്ക് ലഭിക്കുന്നതിനേക്കാൾ, മുന്തിയ തരം ഒട്ടകങ്ങൾ ലഭിക്കുന്നതിനേക്കാൾ നിനക്ക് ശ്രേഷ്ഠമായ കാര്യമാണ് എന്ത്? നീ മുഖേന അള്ളാഹു ഒരാളെ ഹിദായത്തിലാക്കുക എന്നത്. നീ മുഖേന അള്ളാഹു ഒരാളെ ഹിദായത്തിലാക്കുക എന്നത്. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ചൊല്ലുകയാണ്. അതാ മർഹബ് എന്ന് പേരുള്ള യഹൂദി വെല്ലുവിളിക്കുന്നു. അവൻ പറയുന്നു, ഖദ് അലിമത് ഖൈബർ അന്നി മർഹബ് ഷാകി സിലാഹി ബطل മുജറബ് ഇദൽ ഹുറൂബ് അഖ്ബലത് തലഹബ്. നേരത്തെ പറഞ്ഞ അവന്റെ വീരവാദം അവൻ മുഴക്കുകയാണ്. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അവനെ നേരിടാൻ ചെന്നു. എന്നിട്ട് അലി തിരിച്ചൊന്നതുപോലെ പാടുകയാണ്. അനല്ലദീ സമ്മത്നി ഉമ്മി ഹൈദറ കലൈഥി ഗാബാത്തിൻ കരീഹിൽ മൻദറ ഉഖീഹിം ബിസ്സാഇ കൈല സൻദറ. അനല്ലദീ സമ്മത്നി ഉമ്മി ഹൈദറ. ഞാനാണ് മാതാവ് ഹൈദറ എന്ന് പേര് വിളിച്ചവൻ ഞാനാണ്. ഹൈദറ എന്നത് സിംഹത്തിന് പറയുന്ന പേരാണ്. അലിക്ക് ഇങ്ങനെ ഒരു പേര് കൂടി ഉണ്ടായിരുന്നു, ഹൈദറ. ആ പേര് പല ആളുകളും പേര് നൽകാറുണ്ട്. അറബികൾക്കിടയിൽ അത് വളരെ അപൂർവമാണ്. പക്ഷെ അനറബികൾ ആ പേര് ധാരാളമായി ഇടാറുണ്ട്. അതിന്റെ കൂടെ അലി ചേർത്ത് വെച്ചും ഇടാറുണ്ട്. ഷിയകൾ, റാഫിദികൾ അത് കൂടുതലായി ഉപയോഗിക്കാറുണ്ട്. ആ പേര് ഹൈദർ അലി അല്ലെങ്കിൽ അലി ഹൈദർ എന്ന രൂപത്തിൽ പേരാളുകൾ ഇടാറുണ്ട്. നമ്മുടെ നാട്ടിൽ ടിപ്പു സുൽത്താൻ, അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര്, അദ്ദേഹം ഭരണാധികാരിയായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ഹൈദർ അലി എന്നായിരുന്നു. ആ പേര് പല ആളുകൾക്കിടയിലും പ്രസിദ്ധമാണ്. അറബികൾ ആ പേര് കുട്ടികൾക്ക് ഇടുന്നത് വളരെ കുറവാണ്. അലി പറയുകയാണ്, അനല്ലദീ സമ്മത്നി ഉമ്മി ഹൈദറ കലൈഥി ഗാബാത്തിൻ കരീഹിൽ മൻദറ. വനത്തിനുള്ളിലൂടെ, കാട്ടിനുള്ളിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾ കണ്ടാൽ പേടിച്ചു പോകുന്ന സിംഹമെന്ന് എന്റെ ഉമ്മ പേര് വിളിച്ചവനാണ് ഞാൻ. ഉഖീഹിം ബിസ്സാഇ കൈല സൻദറ. ഒരു സാഅ് കൊണ്ട്, സാ എന്നൊരളവാണ്, ആ സാഅ് കൊണ്ട് ഞാൻ അവർക്ക് അവരുടെ തൂക്കം മുഴുവൻ തൂങ്ങുന്ന രൂപത്തിൽ നൽകുന്നതാണ്. എന്ന് പറഞ്ഞാൽ അവരെ യുദ്ധം ചെയ്ത് ഞാൻ ഒന്നാകെ നശിപ്പിക്കുന്നതാണ് എന്ന് അങ്ങോട്ട് ചൊല്ലിക്കൊണ്ട് അലി ഇബ്നു അബി ത്വാലിബ് മർഹബിനെ നേരിടാൻ ചെല്ലുകയും അവരുടെ വലിയ പോരാളിയായ ഹൈദറിനെ അലി ഒറ്റവെട്ടിന് കൊലപ്പെടുത്തുകയും ചെയ്യുകയുണ്ടായി. അലി റളിയല്ലാഹു അൻഹു യുദ്ധത്തിൽ, രണാങ്കണത്തിൽ, അതിലുള്ള ധീരതയിൽ വളരെ അറിയപ്പെട്ട സഹാബിമാരിൽ ഒരാളാണ് റളിയല്ലാഹു അൻഹു വഅർദാഹു. ഇങ്ങനെ ഖൈബറിലെ ഒന്നാമത്തെ കോട്ട മുസ്ലിമീങ്ങൾ കീഴടക്കുകയാണ്. രണ്ടാമത്തെ കോട്ടയുടെ പേര് ഹിസ്നു സഅബ് ഇബ്നു മുആദ് എന്നായിരുന്നു. ആ കോട്ടയും മുസ്ലിമീങ്ങൾ കീഴടക്കി. ഇങ്ങനെ ഖൈബറിൽ മുസ്ലിമീങ്ങൾ പോരാട്ടത്തിലായിരിക്കെയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് അഹ്ലിയായ, ഞാൻ നേരത്തെ പറഞ്ഞ നാടൻ കഴുതയുടെ മാംസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഹറാമായി നിശ്ചയിക്കുന്നത്, ഹറാമാണെന്ന് അള്ളാഹുവിന്റെ നിയമം അറിയിക്കുന്നത്. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, അലി ഇബ്നു അബി ത്വാലിബ് അബ്ദുല്ലാഹ് ഇബ്നു അബി ഔഫ റളിയല്ലാഹു അൻഹു പറയുന്നു, അസാബത്നാ മജാഅത്തുൻ യൗമ ഖൈബർ. ഖൈബർ യുദ്ധത്തിനിടയിൽ ഞങ്ങൾക്ക് കടുത്ത വിശപ്പ് ബാധിച്ചു. വനഹ്നു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ നബിയുടെ കൂടെയാണ്. വഖദ് അസബ്നാ ലിൽ ഖൗമി ഹുമറൻ ഖാരിജതൻ മിനൽ മദീന ഫനഹർനാഹാ. അവിടെ പട്ടണത്തിന് പുറത്തുള്ള കുറച്ച് കഴുതകൾ ഞങ്ങൾക്ക് ലഭിച്ചു. ആളുകളുടേതാണ്. യുദ്ധത്തിൽ ഉള്ള ശത്രുക്കളുടെ മുതലുകൾ അത് ഗനീമത്ത് സ്വത്തിന്റെ ഭാഗമാണ്, അത് ഹലാലാണ്. അങ്ങനെ ഞങ്ങൾക്ക് കിട്ടുകയും ഞങ്ങൾ അതിനെ അറുക്കുകയും ചെയ്തു. ഫഇന്ന ഖുദൂറന ലതഗ്ലി. എന്നിട്ട് അതിന്റെ മാംസം വിട്ട് പാത്രങ്ങൾ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നു. ഇദ് നാദാ മുനാദി റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ ഏൽപ്പിച്ച ഒരാൾ വിളിച്ചു പറയുന്നു, അനിക്ഫഉ അൽ ഖുദൂർ. നിങ്ങൾ പാത്രങ്ങൾ
മറിച്ച് അതിലുള്ളത് പുറത്തേക്ക് കളയുക. വലാ തത്അമു മിൻ ലുഹൂമിൽ ഹുമരി ഷൈഅൻ, ഈ കഴുതയുടെ മാംസം നിങ്ങൾ ഒട്ടും കഴിക്കാൻ പാടില്ല, അത് ഹറാമായിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഹറാമായി നിശ്ചയിച്ചിരിക്കുന്നു. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹാ അൻ മുത്അത്തി നിസാഇ യൗമ ഖൈബർ വഅൻ അക്ലി ലുഹൂമിൽ ഹുമരി അൽ ഇൻസിയ്യ, നാടൻ കഴുതകളുടെ മാംസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈബറിൽ വെച്ച് ഹറാമാക്കിയിരിക്കുന്നു. അതുപോലെ മുത്അ വിവാഹവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹറാമാക്കിയിരിക്കുന്നു. ഇങ്ങനെ നോക്കൂ, രണ്ടാമത്തെ കോട്ടയും മുസ്ലിമീങ്ങൾ കീഴടക്കുകയുണ്ടായി. ഇതിനുശേഷം മുസ്ലിമീങ്ങൾക്ക് സഅബ് ഇബ്നു മുആദ് എന്നു പേരുള്ള ഈ കോട്ട അവർ മുസ്ലിമീങ്ങൾ വിജയിക്കുകയാണ്. അവർ വലിയ വിശപ്പും പ്രയാസവും ഒക്കെ സഹിച്ചതിനു ശേഷം, പക്ഷെ ഈ കോട്ട കീഴടക്കിയതോടെ അവരുടെ പട്ടിണിയും മറ്റും മാറുകയാണ്. കാരണം ആ കോട്ട പോലെ ഭക്ഷണവും സമ്പത്തും നിറഞ്ഞ വേറൊരു കോട്ട ഖൈബറിൽ ഉണ്ടായിട്ടില്ല എന്നാണ്. അത് കീഴടക്കി. അതിനുശേഷം ഖിലാഅത്തു സുബൈർ എന്നു പേരുള്ള അടുത്ത കോട്ട മുസ്ലിമീങ്ങൾ കീഴടക്കുകയുണ്ടായി. നതാത്ത് എന്നു പേരുള്ള ഖൈബറിലെ ആദ്യത്തെ ഒരു ഭാഗം, അവിടെയായിരുന്നു ഈ കോട്ടകൾ ഉണ്ടായിരുന്നത്. ഇവിടെ എല്ലാ മുസ്ലിമീങ്ങൾ ഉപരോധം നേരിടുന്നുണ്ട്. പോയ ഉടനെ അവർ കീഴടക്കുകയല്ല, മറിച്ച് അവർ ആ കോട്ടക്കുള്ളിലിരുന്ന് പ്രതിരോധിക്കും, കോട്ട വളയും. അതിനുശേഷം അവർക്ക് പുറത്തിറങ്ങാൻ സാധിക്കാതെ തളരും, പിന്നീട് അങ്ങോട്ടേക്ക് പ്രവേശിക്കാൻ സാധിക്കും. ഇങ്ങനെ പല രംഗങ്ങൾ അതിനിടയിൽ ഉണ്ടാകുന്നുണ്ട്. അതിനുശേഷം ഹസ്നു ഉബൈ എന്നുപേരുള്ള അടുത്ത കോട്ട, അതിനുശേഷം ഹസ്നു നിസാർ എന്നുപേരുള്ള മറ്റൊരു കോട്ട. ഇങ്ങനെയുള്ള കോട്ടകൾ മുസ്ലിമീങ്ങൾ കീഴടക്കും. അതിനിടയിലാണ് മിൻജനീഖ് എന്നുപേരുള്ള ആയുധം മുസ്ലിമീങ്ങൾക്ക് യഹൂദികളുടെ ഒരു കോട്ടയിൽ നിന്ന് ലഭിക്കുന്നത്. മിൻജനീഖ് എന്ന് പറഞ്ഞാൽ ഈ പീരങ്കിക്ക് സമാനമായ ഒരു ആയുധമാണ്. എന്ന് പറഞ്ഞാൽ ഭാരമുള്ള കല്ലുകളും മറ്റും ദൂരേക്ക് വലിച്ചെറിയാൻ സാധിക്കുന്ന പഴയ ഒരു യുദ്ധോപകരണം. മുസ്ലിമീങ്ങൾ അതിനു മുമ്പ് അത് അവർക്ക് ലഭിച്ചിരുന്നില്ല എന്നാണ്. ഖൈബർ യുദ്ധത്തിനിടയിൽ ശത്രുക്കളുടെ ഒരു കോട്ടയിൽ നിന്ന് അത് ലഭിക്കുകയും പിന്നീട് മറ്റുള്ള കോട്ടകൾ കീഴടക്കാൻ മുസ്ലിമീങ്ങൾ ആ ആയുധം ഉപയോഗിക്കുകയും ചെയ്തു എന്നാണ്. അതിനുശേഷം പിന്നീട് കുതൈബ എന്ന പ്രദേശത്തുള്ള ഖൈബറിലെ മറ്റൊരു പ്രദേശത്തുള്ള കോട്ടകളുടെ അരികിലേക്ക് മുസ്ലിമീങ്ങൾ ചെല്ലുന്നു. അവിടെ 3 കോട്ടകൾ ഉണ്ടായിരുന്നു. ഖമൂസ്, അൽ വഖീഹ്, അസ്സുലാലിം എന്നുപേരുള്ള കോട്ടകൾ. 14 ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമീങ്ങളും വളഞ്ഞ ഉപരോധം ഏർപ്പെടുത്തിയ കോട്ടകൾ ഉണ്ടായിരുന്നു. അതിനുശേഷം അവർ ഖൈബറിലെ യഹൂദികൾ മുസ്ലിമീങ്ങളോട് സുൽഹ് ആവശ്യപ്പെട്ടു. എന്ന് പറഞ്ഞാൽ നമുക്കൊരു സന്ധിയിലെത്താം എന്ന രൂപത്തിൽ ആവശ്യപ്പെട്ടു. ഇത് ഒടുവിൽ ഖൈബറിലെ അവസാനത്തെ അവസ്ഥയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈബറിൽ അവരോട് നിബന്ധന വെച്ചു, ഇവിടെയുള്ള സ്വർണമോ വെള്ളിയോ ആയുധങ്ങളോ ഒന്നും നിങ്ങൾ മറച്ചുവെക്കാൻ കൂടി പാടില്ല, അതെല്ലാം മുസ്ലിമീങ്ങൾക്കുള്ളതാണ്. എന്നാൽ യഹൂദികൾ ഒടുവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടു, എന്ത്, നിങ്ങൾക്ക് ഇവിടെ വന്ന് ജീവിച്ച് ഇവിടെ കൃഷി ചെയ്ത് ഇവിടുത്തെ വിഭവങ്ങളും മറ്റും സംരക്ഷിക്കുക എന്ന് പറയുന്നത് പ്രയാസമാണ്. അതുകൊണ്ട് ഇങ്ങനെ ചെയ്തുകൂടെ, ഇവിടെ ഞങ്ങൾ താമസിക്കാൻ അനുവദിക്കുക, ഞങ്ങൾ ഇവിടെ കൃഷി മറ്റും ചെയ്തു കൊള്ളാം. എന്നിട്ട് കൃഷിയുടെ പകുതി മുസ്ലിമീങ്ങൾക്ക് എല്ലാ വർഷവും, ഇത് ഈ ഒരു കരാറിൽ ഞങ്ങളിവിടെ നിർത്തിക്കൂടെ എന്ന് ഖൈബറിലെ യഹൂദികൾ ഒടുവിൽ അവസാനത്തെ കോട്ടയുടെ അത് കീഴടക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ സമ്മതിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മൾ ഉദ്ദേശിക്കുന്ന കാലത്തോളം നിങ്ങളിവിടെ നിർത്തുന്നതാണ്. എന്നാൽ പിൽക്കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അവരെ ഒഴിവാക്കുന്ന കാര്യം, അവിടുന്ന് പുറത്താക്കുന്ന കാര്യം പറഞ്ഞതിനാൽ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കാലത്ത് അവരെ പരിപൂർണമായി ഖൈബറിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഉമർ ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശപ്രകാരം തന്നെയാണ്. ബുഖാരിയിൽ വന്നിട്ടുള്ള ഹദീസ് അതിന് തെളിവായുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയുധങ്ങളോ സ്വർണമോ വെള്ളിയോ ഒന്നും നിങ്ങൾ മറച്ചുവെക്കാൻ പാടില്ല എന്ന നിബന്ധന വെച്ചു. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അവന് വധശിക്ഷയാണ്. എന്നാൽ അവിടെ താമസിക്കാൻ അവരെ അനുവദിക്കുകയും ചെയ്തു. എന്നാൽ ഈ കരാർ ലംഘിച്ചതുകൊണ്ട്
അബുൽ ഹുഖൈഖിന്റെ 2 മക്കൾ കിനാനത്ത് ഇബ്നു റബീഅ എന്നു പേരുള്ള ആളായിരുന്നു അവരിൽ ഒരാൾ. ഇദ്ദേഹമായിരുന്നു സഫിയ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ്. അവരിലെ വലിയ നേതാക്കന്മാരിൽ ഒരാളാണ്. ഇബ്നു അബുൽ ഹുഖൈഖ് എന്നു പേരുള്ള ആളുടെ 2 മക്കൾ, 2 പേരും മുസ്ലിമീങ്ങളോടുള്ള ഈ കരാർ ലംഘിച്ചു. അവർ വലിയ സ്വർണവും മറ്റും മുസ്ലിമീങ്ങളോട് മറച്ചു വെച്ചു. അതിന്റെ പേരിൽ അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശപ്രകാരം വധശിക്ഷ നടപ്പിലാക്കുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വധശിക്ഷ നടപ്പിലാക്കുകയുണ്ടായി. അതിനുശേഷം ബാക്കിയുള്ള അവിടെയുള്ള ആളുകൾ പലരെയും ബന്ദികളായി യുദ്ധത്തിലെ തടവുകാരായി പിടിക്കപ്പെട്ടപ്പോൾ അവരിൽ ഒരാളായിരുന്നു സഫിയ ബിൻത് ഹുയൈ റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാർ വന്നു പറഞ്ഞു, നബിയെ, അവർ ബനു നദീർ ഗോത്രത്തിന്റെ നേതാവിന്റെ മകളാണ്. അതുകൊണ്ട് നബിയെ, അവർ താങ്കളുടെ കീഴിലല്ലാതെ യോജിക്കുകയില്ല. ഇത്രയും ഉന്നതമായ സ്ഥാനത്തുണ്ടായിരുന്നവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കീഴിൽ അടിമയായി അവർ അങ്ങനെ വന്നു ചേരുന്നു. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വലിയ നന്മയാണ് ചെയ്തു കൊടുക്കുന്നത്. അഥവാ അവരെ മോചിപ്പിക്കുകയും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിവാഹം ചെയ്യുകയുമാണ് ഉണ്ടായത്. അടിമ സമ്പ്രദായവും അതുമായി ബന്ധപ്പെട്ട ചില ആളുകൾക്കെങ്കിലും ഉണ്ടായേക്കാവുന്ന സംശയങ്ങളും മറ്റും കഴിഞ്ഞ ചില ദർസുകളിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അത് ആ വിഷയം മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നവരത് കേൾക്കുക. വഫഖനല്ലാഹു ഇയ്യാക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഫിയ റളിയല്ലാഹു അൻഹയെ അങ്ങനെ വിവാഹം ചെയ്യുകയുണ്ടായി. ഖൈബറിലെ യുദ്ധാർജിത സ്വത്തുക്കൾ അഹ്ലുൽ ഹുദൈബിയയിൽ പങ്കെടുത്ത ആളുകൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീതിച്ചു കൊടുത്തു. ഹുദൈബിയയിൽ പങ്കെടുത്ത എല്ലാവരും അവിടെ പങ്കെടുത്തിരുന്നു, ജാബിർ റളിയല്ലാഹു അൻഹു ഒഴികെ. ജാബിർ റളിയല്ലാഹു അൻഹു ഒരു ന്യായമായ ആവശ്യമുള്ളതുകൊണ്ട് ഖൈബറിൽ പങ്കെടുത്തിട്ടില്ല. പക്ഷേ നബി പങ്കെടുക്കാതിട്ടും ഖൈബറിലെ ഒരു വിഹിതം ജാബിർ ബിൻ അബ്ദുല്ലാഹ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന് നൽകുകയുണ്ടായി. ഖൈബർ യുദ്ധം എന്ന് പറയുന്നത് മുസ്ലിമീങ്ങളുടെ പട്ടിണിയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീങ്ങാൻ കാരണമായ യുദ്ധമായിരുന്നു. ഖൈബറിൽ വമ്പിച്ച യുദ്ധാർജിത സ്വത്തുക്കളും അതുപോലെ ഖൈബറിലെ ഭൂമിയും അവിടെയുള്ള കാർഷിക വിഭവങ്ങളും എല്ലാം മുസ്ലിമീങ്ങൾക്കുണ്ട്. അതിന്റെ പകുതി മുസ്ലിമീങ്ങൾക്ക് ലഭിക്കുമെന്നാണ് അവരുമായുള്ള കരാർ. അതുകൊണ്ട് ഖൈബർ മുസ്ലിമീങ്ങളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീങ്ങാൻ കാരണമായ യുദ്ധമായിരുന്നു. ഇമാം ബുഖാരിയുടെ സഹീഹിൽ നമുക്ക് കാണാം, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, മാ ശബിഅനാ ഹത്താ ഫതഹ്നാ ഖൈബർ. ഖൈബർ വിജയിച്ചടക്കിയപ്പോഴല്ലാതെ ഞങ്ങൾ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടില്ല. ഖൈബർ വിജയത്തോടെയാണ് ഞങ്ങൾ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയത് എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. ബുഖാരിയുടെ സഹീഹിൽ തന്നെ കാണാം, ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്, ലമ്മ ഫുതിഹത് ഖൈബറു ഖുൽനാ, ഖൈബർ ജയിച്ചപ്പോൾ ഞങ്ങൾ സഹാബിമാർ പറഞ്ഞു, അൽ ആന നശ്ബഉ മിന തമർ, ഇനി നമുക്ക് വയറ് നിറയെ തമർ കഴിക്കാമെന്ന്. കാരണം ധാരാളമായി തമറിന്റെ കൃഷിയുള്ള, ഈത്തപ്പഴത്തിന്റെ കൃഷിയുള്ള സ്ഥലമായിരുന്നു ഖൈബർ. അതുകൊണ്ട് തന്നെ ഖൈബറിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ മുഹാജിറുകളായ സഹാബിമാർ, നേരത്തെ അൻസാറുകൾ അവർക്ക് അവരുടെ തോട്ടങ്ങളിലെ പല കൃഷി ഇടങ്ങളും അതിലെ ഫലങ്ങൾ മുഹാജിറുകൾക്കുള്ളതാണ് എന്ന രൂപത്തിൽ നൽകിയിരുന്നു. ഞങ്ങളുടെ തോട്ടത്തിലെ ഇന്ന മരങ്ങളുടെ ഫലങ്ങൾ അത് മുഹാജിറുകൾക്ക്, കാരണം അവരൊന്നുമില്ലാതെയാണ് മക്കയിൽ നിന്ന് വന്നത്, ഈ രൂപത്തിൽ നൽകിയിരുന്നു. എന്നാൽ ഖൈബർ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ മുഹാജിറുകളായ സഹാബിമാർ അതെല്ലാം അൻസാറുകൾക്ക് തന്നെ തിരിച്ചു നൽകി. കാരണം ഇനി അവർക്കത് ആവശ്യമില്ല, അവർക്ക് ആവശ്യമുള്ളത് ഖൈബറിലൂടെ ലഭിച്ചു എന്ന രൂപത്തിൽ അവർ അത് തിരിച്ചു കൊടുക്കുകയുണ്ടായി. ഖൈബറിൽ നടന്ന മറ്റൊരു സംഭവങ്ങളിലൊന്ന് ഇങ്ങനെയാണ്. സുനനിലും മറ്റും വന്നിട്ടുള്ള സഹിഹായ സനദോടെയുള്ള ഒരു സംഭവം ഇങ്ങനെയാണ്. ഷദ്ദാദ് ഇബ്നു അൽ ഹാദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, أن رجلا من الأعراب آمن برسول الله صلى الله عليه وسلم وقال أهاجر معك. ഒരഅറാബി, ഗ്രാമീണനായ ഒരു അറബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരികിൽ വന്ന് പറഞ്ഞു, ഞാൻ താങ്കളുടെ കൂടെ ഹിജ്റ ചെയ്യുക. فأوصى النبي أصحابه به.
നബി ഈ ഗ്രാമീണരായ അറബിയെ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ് ചില സഹാബിമാരെ ഏൽപ്പിച്ചിരുന്നു. فلما كانت غزوة خيبر خيبر ആയപ്പോൾ غنم رسول الله صلى الله عليه وسلم شيئا فقسم له فأعطى أصحابه ما قسم له. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗനീമത്ത് സ്വത്തിൽ നിന്ന് അദ്ദേഹത്തിനു വേണ്ടിയും മാറ്റിവെച്ചിരുന്നു. അങ്ങനെ നബി അദ്ദേഹത്തിനുള്ളത് അദ്ദേഹത്തിന്റെ കൂട്ടുകാരെ ഏൽപ്പിച്ചു, ഇന്ന ആൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ഒട്ടകങ്ങളെ മേയ്ക്കുന്ന ആളായിരുന്നു. ഇവരുടെ കൂട്ടുകാർ ഒട്ടകങ്ങളും മറ്റും അദ്ദേഹം മേയ്ക്കാൻ പോയിരുന്നു. തിരിച്ചു വന്നപ്പോൾ നബി യുദ്ധാർജിത സ്വത്തായി നൽകിയത് ഇവർ ഈ അറാബിയായ ഗ്രാമീണരായ അറബിയായ ഈ സഹാബിക്ക് നൽകി. അദ്ദേഹം ചോദിച്ചു, എന്താണ്? അവർ പറഞ്ഞു, ഖസമഹു ലക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് അല്ലാഹുവിന്റെ റസൂൽ നിനക്ക് വിഹിതമായി, നിന്റെ വിഹിതമായി തന്നതാണ്, യുദ്ധത്തിൽ വിഹിതമായി നൽകിയതാണ്. അദ്ദേഹം ഉടനെ അതുമെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നിട്ട് പറഞ്ഞു, യാ മുഹമ്മദ് മാ അലാ ഹാദാ ഇത്തബഅതുക, ഞാൻ ഇതിനു വേണ്ടിയല്ല നിങ്ങളെ പിൻപറ്റിയത്, മറിച്ച് വലാകിന്നി ഇത്തബഅതുക അലാ അൻ ഉർമ ഹാഹുനാ, ഞാൻ നിങ്ങളെ പിൻപറ്റിയത് ഇതാ ഇവിടെ എനിക്ക് അമ്പ് ഏൽക്കാനാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം തന്റെ തൊണ്ടയിലേക്ക് കാണിച്ചു. ഫഅമൂത്ത്, എന്നിട്ട് മരിക്കാനാണ്. വഅദ്ഖുലൽ ജന്ന, അങ്ങനെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ വേണ്ടിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഇൻ തസ്ദുഖില്ലാഹ യസ്ദുഖ്, നീ അള്ളാഹുവിനോട് സിദ്ഖോടെയാണ് നീ വർത്തിച്ചത് എങ്കിൽ, എന്ന് പറഞ്ഞാൽ നീ റബ്ബിനോട് സത്യസന്ധതയുള്ളവനാണ് എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിനക്ക് നീ സത്യസന്ധയോടെ പെരുമാറി എന്നതുകൊണ്ട് അള്ളാഹു നിനക്ക് അതിന് യോജിച്ച രൂപത്തിൽ ആ സിദ്ഖ് അള്ളാഹു നിന്നോടും കാണിക്കുന്നതാണ്. ഫലബിസു ഖലീലൻ, കുറച്ചു കഴിഞ്ഞു. ثم نهضوا في قتال العدو, യുദ്ധം വീണ്ടും തുടരുകയാണ്. فأتي به يحمل وقد أصابه سهم حيث أشار, അദ്ദേഹത്തെ കൊണ്ടുവരികയാണ്. അദ്ദേഹം കൊല്ലപ്പെട്ടിട്ടുണ്ട്. എവിടെയാണോ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് അവിടെ തന്നെ ഒരു അമ്പ് തറച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അഹു, നേരത്തെ പറഞ്ഞ ആളാണ് ഇദ്ദേഹം? അവർ സഹാബിമാർ പറഞ്ഞു, അതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സദഖല്ലാഹ് ഫസദഖ, ഇദ്ദേഹം അള്ളാഹുവിനോട് സിദ്ഖ് കാണിച്ചു, സത്യസന്ധത പുലർത്തി, അള്ളാഹു അവനോടും സിദ്ഖ് കാണിച്ചിരിക്കും. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ കഫൻ ചെയ്യുകയും അദ്ദേഹത്തിന് വേണ്ടി മയ്യിത്ത് നിസ്കരിക്കുകയും ചെയ്തു. ഷദ്ദാദ് ഇബ്ൻ ഹാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മയ്യിത്ത് നിസ്കാരത്തിൽ നബി അദ്ദേഹത്തിന് വേണ്ടി ചെയ്ത ദുആയിൽ ഞാൻ ഇങ്ങനെ കേട്ടു, അല്ലാഹുമ്മ ഹാദാ അബ്ദുക, അല്ലാഹു ഇദാ നിന്റെ ഈ അടിമ ഖറജ മുഹാജിറൻ ഫീ സബീലിക്, നിന്റെ മാർഗത്തിൽ മുഹാജിറായി പുറപ്പെട്ട ആളാണ്, ഫഖുതില ഷഹീദൻ, ഷഹീദായി രക്തസാക്ഷിയായി കൊല്ലപ്പെട്ട ആളാണ്, ഫഅന അലൈഹി ഷഹീദ്, ഞാൻ ഇദ്ദേഹത്തിനു വേണ്ടിയുള്ള സാക്ഷിയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയുണ്ടായി. ഈ ഒരു കഥ ഖൈബറിലെ മനോഹരമായ കഥകളിലൊന്നാണ്. ഖൈബർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിജയിച്ചടക്കിയ സന്ദർഭത്തിലാണ്. ഖൈബർ വിജയിച്ച സന്തോഷം പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സന്തോഷം നൽകിയ മറ്റൊരു കാര്യമുണ്ടായി. എന്താണത്? അബ്സീനയിലേക്ക്, ഹബശയിലേക്ക് ഹിജറ പോയിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രിയപ്പെട്ട നബിയുടെ അടുത്ത ബന്ധു കൂടിയായ ആ മുഹാജിറുകളുടെ നേതാവായ ജഅഫർ ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഹബശയിൽ നിന്ന് അബ്സീനയിലെ ആളുകൾ വരുന്നത്. നബിയുടെ പ്രിയപ്പെട്ട സഹാബിമാരാണ്. ജഅഫർ നബിക്ക് ഏറെ പ്രിയപ്പെട്ട സഹാബൻ, അലിയുടെ സഹോദരനാണ്. ജഅഫർ ബിൻ അബി താലിബും സഹാബിമാരും വരുന്നു. ഖൈബർ വിജയിച്ചടക്കിയ വേളയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജഅഫറിന്റെ നെറ്റിയിൽ ചുംബിച്ചു. എന്നിട്ട് പറഞ്ഞു, വല്ലാഹി മാ അദ്രി ബിഅയ്യിഹിമാ അന ഉസർ ബിഖുദൂമി ജഅഫർ അം ബിഫത്ഹി ഖൈബർ. അല്ലാഹുവാണ്, എനിക്കറിയില്ല ഏതിനാണ് ഞാൻ സന്തോഷിക്കേണ്ടത്, ബിഖുദൂമി ജഅഫർ അം ബിഫത്ഹി ഖൈബർ, ജഅഫർ വന്നതിലോ ഖൈബർ ജയിച്ചതിലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറെ സന്തോഷമുണ്ടാക്കിയ ആ കാര്യമായിരുന്നു നജാശിയുടെ നാട്ടിൽ നിന്ന് നേരത്തെ അവിടേക്ക് ഹിജറ പോയ ജഅഫറും കൂട്ടരും ആ സമയത്ത് തന്നെ തിരിച്ചെത്തിയത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈബറിലെ വിഹിതം അവർക്ക് കൂടി നൽകുകയുണ്ടായി.
ആ വന്നവർക്ക് കൂടി ഖൈബറിലെ വിഹിതം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയിട്ടുണ്ടായി. ആ കൂട്ടത്തിൽ ഉള്ള സഹാബിമാരിൽ ഒരാളായിരുന്നു അബൂ മൂസ അൽ അശ്അരി റളിയല്ലാഹു അൻഹു. അദ്ദേഹം യമനിൽ നിന്ന് മദീനയിലേക്ക് കപ്പലിൽ പുറപ്പെട്ടതേയുള്ളൂ. പക്ഷെ കപ്പൽ വഴിതെറ്റി എവിടെ എത്തി? അബ്സീനയിലെത്തി, നജ്ജാശിയുടെ നാട്ടിലെത്തി. അവിടെ ജാഫർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ അവർ നിന്നു. എന്നിട്ട് ഇവരെല്ലാവരും ഒരുമിച്ച് പിന്നീട് തിരിച്ചു വന്നു. നോക്കൂ നിങ്ങൾ, ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാം, അബൂ മൂസ അൽ അശ്അരി റളിയല്ലാഹു അൻഹു പറയുന്നു, ബലഗന മഖ്റജുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വനഹ്നു ബിൽ യമൻ. ഞങ്ങൾ യമനിലായിരിക്കെ നബി പുറപ്പെട്ട കാര്യം, മദീനയിലേക്ക് പോയ കാര്യം ഞങ്ങൾ അറിഞ്ഞു. ഫഖറജ്ന മുഹാജിരീന ഇലൈഹി അന വഅഖ്വാനി ലി അന അസ്ഗറുഹും. ഞാനും എന്റെ രണ്ട് സഹോദരങ്ങളും, ഞാനതിൽ ഏറ്റവും ചെറിയ ആളായിരുന്നു. ഞങ്ങൾ നബിയുടെ അരികിലേക്ക് പുറപ്പെട്ടു. അഹദുഹുമ അബൂ ബുർദ വൽ ആഖറു അബൂ റുഹം. രണ്ടുപേരുടെ പേരിങ്ങനെയാണ്, അബൂ ബുർദ, അബൂ റുഹം, അബൂ മൂസ. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ 50-ലധികം ആളുകൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരു കപ്പലിൽ കയറി. കപ്പൽ എന്ത് ചെയ്തു? فألقتنا سفينتنا إلى النجاش بالحبشة. ഞങ്ങളെ എത്തിച്ചത് കപ്പൽ വിചാരിച്ചതുപോലെ പോകുന്ന കപ്പലല്ല, പഴയ കാലത്ത് ഉള്ളത്. സുബ്ഹാനല്ലാഹ്. അതിനിടയിൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഓർക്കാൻ എന്ന നിലക്ക് പണ്ഡിതന്മാർ ഉദ്ധരിച്ചൊരു കഥ ഞാൻ നിങ്ങളോട് പറയട്ടെ, വളരെ ശ്രദ്ധിക്കുക. സഹാബികളുടെ കാലത്തുള്ള കഥയല്ല, പിൽക്കാലത്തുള്ള ഒരു കഥയാണ്. പണ്ടുകാലത്ത് പായ്ക്കപ്പലിൽ ആളുകൾ സഞ്ചരിച്ചു. പാൽക്കപ്പലിൽ ആയിരുന്നു ആളുകൾ സഞ്ചരിച്ചിരുന്നത്. അങ്ങനെ ഷാമിൽ നിന്ന് ഉന്തുലുസിലേക്ക്, സ്പെയിനിലേക്ക്, സ്പെയിൻ മുസ്ലിങ്ങളുടെ നാടാണ്, അല്ലെങ്കിൽ നേരെ തിരിച്ചു രണ്ടാളൊരു നാട്ടിലേക്ക് കപ്പലിൽ ആളുകൾ പുറപ്പെട്ടു. ഹജ്ജിന് പോയതോ മറ്റോ ആണവർ. ഇപ്പൊ തിരിച്ചു വരുന്ന വഴിയാണ്. അങ്ങനെ കപ്പൽ ആ നാട്ടിലേക്ക് എത്താതെ കപ്പൽ മറ്റെങ്ങക്കോ കാറ്റിലും കോളിലും ആടിയുടനെ പോയി. ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങൾ കാണാം, എത്രയോ മാസങ്ങൾ, ചില്ലറ മാസങ്ങളല്ല, ചില്ലറ ദിവസങ്ങളല്ല, മാസങ്ങൾ കര കാണാതെ കപ്പൽ ഇവരെയും കൊണ്ട് അലയുകയാണ്. ഒടുവിൽ ഇവർക്ക് എത്തിച്ചേരേണ്ട നാട്ടിന്റെ കര കാണുന്ന സ്ഥലത്ത് എത്തി. കടലിൽ നിന്ന് നോക്കുമ്പോൾ കപ്പലിൽ നിന്ന് കാണുകയാണ്, ഇവർക്ക് എത്തിച്ചേരേണ്ട കര കാണുകയാണ്. ആ ദൂരത്തിൽ എത്തിയപ്പോൾ വീണ്ടും ഒരു കാറ്റ് വീശി. ആ കാറ്റിൽ ഇവരെവിടെ നിന്നാണോ കപ്പൽ പുറപ്പെട്ടത് അവിടേക്ക് കൊണ്ടുപോയി കപ്പൽ വീണ്ടും. സുബ്ഹാനല്ലാഹ്. പണ്ഡിതന്മാർ ഈ കഥ, ഇക്കാലത്ത് ജീവിച്ചിരിക്കുന്ന മഹാന്മാർ അഹ്ലുസുന്നത്തിന്റെ ഉലമാ നമുക്ക് ഈ കഥ പറഞ്ഞു തന്നിട്ട് ചോദിക്കാൻ, നിങ്ങൾ വണ്ടി എടുത്ത് പോകുമ്പോൾ ഒന്ന് പോകുന്ന വഴിയിൽ ഒരു സിഗ്നൽ കണ്ടാൽ, അല്ലെങ്കിൽ ആ വഴി അടച്ചിരിക്കുന്നു, ഒന്ന് ഇപ്പുറത്തൂടെ പോകണം എന്ന് അറിഞ്ഞാൽ എത്രമാത്രം മുഷിപ്പിന്റെ, ക്ഷമകേടിന്റെ, പൂർത്തികേടിന്റെ വാക്കുകളാണ് നമ്മൾ പറയുന്നത്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ, യാത്ര അല്ലാഹു എത്രമാത്രം എളുപ്പമാക്കിയിരിക്കുന്നു. എന്നാൽ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ എത്ര നന്ദി കാണിക്കാറുണ്ട്. لإلاف قريش إلافهم رحلة الشتاء والصيف. അല്ലാഹു ഖുറൈശികൾക്ക് ശൈത്യകാലത്തെയും ഉഷ്ണകാലത്തെയും യാത്ര എളുപ്പമാക്കി കൊടുത്ത കാര്യം ഖുർആൻ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. എന്താണ് അന്നത്തെ യാത്ര? ഒട്ടകപ്പുറത്ത്, കുതിരപ്പുറത്ത്, കഴുതപ്പുറത്ത്, ആ കുണ്ടും കുഴിയും ഉയർച്ചയും താഴ്ചയുമുള്ള വഴികളിൽ ചാഞ്ഞും ചെരിഞ്ഞും ആടിയും ഉലഞ്ഞും അങ്ങനെ പോകുന്ന ആ യാത്ര കൊള്ളക്കാരൊന്നും പേടിക്കേണ്ടതില്ല, നിർഭയത്വമുള്ളതാണ് എന്നതുകൊണ്ട് അള്ളാഹു അതിന് നന്ദി കാണിക്കാൻ പറയുകയാണ്. യാ സുബ്ഹാനല്ലാഹ്. ഇന്നത്തെ യാത്രയുടെ സ്ഥിതി എന്താണ്? എത്രയോ കിലോമീറ്ററുകൾ നമ്മൾ സഞ്ചരിച്ചാലും പലപ്പോഴും നമ്മൾ എങ്ങനെയാണ് വാഹനത്തിൽ കയറി അതേപോലെ പുറത്തിറങ്ങാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹം എത്രയാണ്! മാസങ്ങൾ കൊണ്ട് എത്തിയിരുന്ന ദൂരം ഇന്ന് നമുക്കൊരു ദിവസം കൊണ്ട്, ഒരു ദിവസത്തിൽ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് എത്താനുള്ള സൗകര്യമുണ്ട്. അള്ളാഹുവിനെ നമ്മൾ നന്ദി കാണിക്കണം. അള്ളാഹുവിനെ നന്ദി കാണിച്ചില്ല എങ്കിൽ അവൻ അനുഗ്രഹങ്ങൾ എടുത്തു നീക്കിയേക്കാം. അള്ളാഹുവിന് നന്ദി കാണിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹു അവന് ശുക്ർ ചെയ്യാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അങ്ങനെ അവർ ഹബശയിൽ അബൂ മൂസ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അവർ അബ്സീനയിലെത്തി. അവിടെ ജഅഫർ റളിയല്ലാഹു അൻഹുവിനെ കൂട്ടരെ ഞങ്ങൾ കണ്ടു. ജഅഫർ പറഞ്ഞു, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഅതനാ ഹാഹുന വഅമറനാ ബിൽ ഇഖാമ. നബി ഞങ്ങൾ ഇവിടെ നിൽക്കാൻ
വേണ്ടി പറഞ്ഞയച്ചു. ഫഅഖീമു മഅന, അതുകൊണ്ട് നിങ്ങളും എന്ത് ചെയ്തോളൂ, നമ്മുടെ കൂടെ ഇവിടെ നിന്നോളൂ എന്ന് പറഞ്ഞു. ഫഅഖംന മഅ, അങ്ങനെ ഞങ്ങളും മക്കയിൽ നിന്ന് അബിസീനയിലേക്ക് ഹിജറ പോയവരുടെ കൂടെ യമനിൽ നിന്ന് പോയ ഞങ്ങളും അവിടെ തന്നെ നിന്നു. ഹത്താ ഖദിംനാ ജമീഅൻ, ഒടുവിൽ ഞങ്ങൾ എല്ലാവരും കൂടി എവിടേക്ക് വന്നു? ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലേക്ക് പുറപ്പെട്ടു. ഫവാഫഖ്നാ അൻ-നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന ഇഫ്തതഹ ഖൈബർ, ഖൈബർ വിജയിച്ച വേളയിലാണ് ഞങ്ങൾ നബിയുടെ അരികിൽ തിരിച്ചെത്തുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ഫഅസ്ഹമ ലനാ, ഞങ്ങൾക്കും ആ ഖൈബറിലെ ഓഹരി നൽകി. വമാ ഖസമ ലിഅഹദിൻ ഗാബ അൻ ഫത്ഹി ഖൈബർ മിൻഹാ ഷൈഅൻ ഇല്ലാ ലിമൻ ഷഹിദ മഅഹു ഇല്ലാ അസ്ഹാബ സഫീനത്തിന മഅ ജാഫർ വഅസ്ഹാബിഹി ഖസമ ലഹും മഅഹും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്കാണ് മറ്റാർക്കും കൊടുക്കാത്ത ആ ഓഹരി നൽകിയത് എന്ന് അബൂ മൂസ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. ഇവിടെ നമുക്ക് കേൾക്കാൻ ഉള്ള മനോഹരമായ മറ്റൊരു ഹദീസ് കൂടിയുണ്ട്. എന്താണ്? ഈ കൂട്ടരിൽ ഈ യമനിൽ നിന്ന് കപ്പൽ വഴി ഹബശയിലെത്തുകയും എന്നിട്ട് പിന്നെ മദീനയിലേക്ക് വരികയും ചെയ്ത കൂട്ടരിൽ ഉള്ള ഒരു സഹാബി വനിതയായിരുന്നു അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു അൻഹ. അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു അൻഹ, അവർ ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയായിരുന്നു. ജഅഫർ റളിയല്ലാഹു അൻഹു ഭാര്യയായിരുന്നു. പിന്നീട് മുഅ്ത യുദ്ധത്തിൽ ജഅഫർ കൊല്ലപ്പെട്ടു. അപ്പോൾ അവരെ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് പിന്നീട് വിവാഹം ചെയ്തത്. അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു അൻഹു ഈ കൂട്ടരിൽ ഉണ്ടായിരുന്നു. ഇമാം ബുഖാരി മുസ്ലിമും ഉദ്ധരിച്ച ഒരു ഹദീസിൽ നമുക്ക് കാണാം, അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു അൻഹ ഒരിക്കൽ ഹഫ്സയുടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായ ഹഫ്സയുടെ അരികിൽ ഹഫ്സയെ കാണാൻ വേണ്ടി ചെന്നു. അപ്പൊ ആ സമയത്ത് അവിടെ ഉമർ റളിയല്ലാഹു അൻഹു കയറി വന്നു. ഉമർ റളിയല്ലാഹു അൻഹു അവിടേക്ക് കയറി. ഉമറിന്റെ മകളാണ് ഹഫ്സ. അപ്പൊ ഉമർ ഇവരെ കണ്ടപ്പോൾ ചോദിച്ചു, മൻ ഹാദിഹി, ഇതാരാണ്? ഹഫ്സ പറഞ്ഞു, അസ്മാ ബിൻത് ഉമൈസ്, അസ്മാ ബിൻത് ഉമൈസാണ്. ഉമർ പറഞ്ഞു, അൽ ഹബശിയത്തു ഹാദിഹി, ഹബശിയത്തായ അവരാണ്, അഥവാ ഹബശയിൽ ഇത്ര കാലം കഴിച്ചുകൂട്ടി എന്നതുകൊണ്ട് ആ നാട്ടിലേക്ക് ചേർത്തി ഉമർ പറയുകയാണ്. ഹബ്ശീനിക്കാരനായ ആളാണോ? ഇമാം നവവി ഒക്കെ പറഞ്ഞിട്ടുള്ളത്, ഒരാൾ ഒരു നാട്ടിൽ 4 വർഷം കഴിച്ചുകൂട്ടിയാൽ ആ നാട്ടിലേക്ക് നിസ്ബത്ത് ചെയ്യാം എന്നാണ്. ഇപ്പൊ കോഴിക്കോട്ട് ഒരാൾ വന്ന് 4 മാസം താമസിച്ചാൽ അയാളെ പേരിന്റെ കൂടെ വേണമെങ്കിൽ എന്ത് പറയാം? കാലിക്കൂത്തി എന്ന് പറയാം കോഴിക്കോട്ടുകാരൻ. മദീനയിൽ ഒരാൾ താമസിച്ചു 4 വർഷം താമസിച്ചാൽ മദനി എന്നാൽ അയാൾ ആ നാട്ടിലേക്ക് നിസ്ബത്ത് ചെയ്യാം, മക്കയിൽ മക്കി എന്ന് ഇമാം നവവിയെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ അരികിൽ അസ്മാ ബിൻത് ഉമൈസിനെ കണ്ടപ്പോൾ ഉമർ പറഞ്ഞു, അൽ ഹബശിയത്തു ഹാദിഹി അൽ ബഹരിയത്തു ഹാദിഹി, ബഹരിയ എന്ന് പറയുന്നത് കപ്പലിൽ പോയ ആ കൂട്ടരിലുള്ള ആളാണോ? അസ്മാ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നഅം. ഉമർ പറഞ്ഞു, സബഖ്നാകും ബിൽ ഹിജ്റ, ഞങ്ങൾ നിങ്ങളെക്കാൾ മുന്നേ ഹിജ്റ പോയ ആളുകളാണ്, ഞങ്ങൾ നിങ്ങളെക്കാൾ മുൻപേ ഹിജ്റ പോയ ആളുകളാണ്. ഫനഹ്നു അഹഖു ബിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻകും, നിങ്ങളെക്കാൾ നബി അർഹതപ്പെട്ടത് ഞങ്ങൾക്കാണ്. ഫഗദിബത്, ഇത് കേട്ടപ്പോൾ അസ്മാ റളിയല്ലാഹു അൻഹ അവർക്ക് ദേഷ്യം വന്നു. അവർ പറഞ്ഞു, കല്ല വല്ലാഹ്, അല്ല, അല്ലാഹുവാണ്, കുൻതും മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെയായിരുന്നു. യുത്ഇമു ജായിഅകും, നിങ്ങളിൽ ഒരാൾക്ക് വിശന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം നൽകിയിരുന്നു. വയഅദു ജാഹിലകും, നിങ്ങളുടെ ഒരാൾക്ക് കാര്യമറിയില്ല എങ്കിൽ, അത് ജാഹിലാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾക്ക് ഉപദേശം നൽകിയിരുന്നു. വകുന്നാ ഫീ അർദിൽ ബുഅദാഇൽ ബുഗദാഇ ബിൽ ഹബശ, ഞങ്ങളാകട്ടെ യാതൊരു ബന്ധവുമില്ലാത്ത വിദ്വേഷമുണ്ടായിരുന്ന പലരുമുള്ള ഹബശയിൽ അങ്ങ് ദൂരെ കഴിയേണ്ടി വന്നവരാണ്. വദാലിക ഫില്ലാഹ് വഫി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് അല്ലാഹുവിന്റെ റസൂലിന്റെ മാർഗത്തിലാണ് ഞങ്ങൾ ആ പ്രയാസം സഹിച്ചത്. വായിമുല്ലാഹ്, ഞാൻ സത്യം ചെയ്തു പറയട്ടെ, ലാ അത്അമു തആമൻ വലാ അശ്റബു ശറാബൻ ഹത്താ അദ്കുറ മാ ഖുൽത ലറസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഇനി തിന്നുകയും കുടിക്കുകയും ചെയ്യില്ല നിങ്ങൾ ഈ പറഞ്ഞത് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞിട്ടല്ലാതെ എന്ന് പറഞ്ഞ് അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു അൻഹ പോവുകയാണ്. അവർ പറഞ്ഞു, വനഹ്നു കുന്ന നുഅദ വനഖാഫ്, ഞങ്ങൾ ഉപദ്രവങ്ങൾ ഏറ്റവരാണ്, ഞങ്ങൾ ഭീതിയോടെ കഴിയേണ്ടി വന്നവരാണ്. ഞാൻ നബിയോട് പറഞ്ഞു കൊടുക്കും, ഞാൻ ഇതിലൊന്നും കൂട്ടുകയോ കുറക്കുകയില്ല, ഇതുപോലെ നബിക്ക് പറഞ്ഞു കൊടുക്കും. അവർ വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു കൊടുക്കണം, ഇതാ ഉമർ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ ബിഅഹഖ ബി മിൻകും ലഹു, ലൈസ ബിഅഹഖ ബി മിൻകും, അല്ല, നിങ്ങളെക്കാൾ
എന്നോട് നിങ്ങളെക്കാൾ ഞാൻ അർഹതപ്പെട്ട ആളല്ല അദ്ദേഹം, മറിച്ച് ലഹു വലി അസ്ഹാബിഹി ഹിജ്റത്തുൻ വാഹിദ, അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കൂട്ടുകാർക്കും ഒരു ഹിജ്റയാണുള്ളത്. വലക്കും അൻതും അഹ്ല സഫീനതി ഹിജ്റതാൻ, നിങ്ങൾക്ക് ആ കപ്പലിൽ വന്ന നിങ്ങൾക്ക് 2 ഹിജ്റയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. അസ്മാ റളിയല്ലാഹു അൻഹ പറയുന്നത് കാണാം, ഈ ഹദീസ് ഞാൻ നബിയുടെ അരികിൽ നിന്ന് കേട്ടത് കാരണത്താൽ റഅയ്തു അബൂ മൂസ വഅസ്ഹാബ السفينة يأتونني أرسالا, അബൂ മൂസ റളിയല്ലാഹു അൻഹു ആ കപ്പലിൽ ഉണ്ടായിരുന്നവരും ഓരോരോ സംഘങ്ങളായി എന്റെ അരികിൽ വരുമായിരുന്നു. എന്തിനു വേണ്ടി? ഈ ഹദീസ് കേൾക്കാൻ വേണ്ടി. മാ ഫി ദുനിയ ശൈഉൻ ഹും ബിഹി അഫ്റഹ് വലാ അഅദമു ഫി അൻഫുസിഹിം മിമ്മാ ഖാല ലഹും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കുറിച്ച് പറഞ്ഞ അതിനേക്കാൾ ദുനിയാവിൽ അവർക്ക് സന്തോഷം നൽകുന്ന, അവരുടെ മനസ്സിൽ മഹത്വമുള്ള ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല എന്ന് അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു അൻഹ പറയുകയുണ്ടായി. ഈ ശ്രേഷ്ഠരായ സംഘം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്നത് ഖൈബർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിജയിച്ചടക്കിയ സമയത്തായിരുന്നു. അതുപോലെ വന്ന മറ്റൊരു സംഘമാണ് ദൗസ് ഗോത്രത്തിന്റെ സംഘം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി മുമ്പ് ദുആ ചെയ്തു, അല്ലാഹുമ്മ ഹ്ദി ദൗസൻ വഅതി ബിഹിം. അവർക്കെതിരിൽ പ്രാർത്ഥിക്കാൻ ഒരാൾ ആവശ്യപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. അല്ലാഹുമ്മ ഹ്ദി ദൗസൻ, അല്ലാഹു ദൗസ് ഗോത്രത്തിന് നീ ഹിദായത്ത് നൽകണം, വഅതി ബിഹിം, അവരെ നീ ഇങ്ങോട്ട് കൊണ്ടുവരണമേ. അങ്ങനെ ദൗസ് ഗോത്രം വരികയാണ്. അവരിൽ ഒരാളായിരുന്നു ആര്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ദൗസ് ഗോത്രത്തിൽ ഒരാളായിരുന്നു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഇമാം ബുഖാരിയുടെ സഹീഹിൽ കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് നബിയെ കാണാൻ നബിയുടെ സന്നിധിയിലേക്ക് പുറപ്പെട്ട സമയത്ത് ആ യാത്രക്കിടയിൽ ഞാൻ ഒരു കവിത ഇങ്ങനെ ചൊല്ലി. എന്താണ്? യാ ലൈലതൻ മിൻ തൂലിഹാ വഅനാഇഹാ അലാ അന്നഹാ മിൻ ദാറത്തിൽ കുഫ്രി നജ്ജതി. ഈ യാത്ര എത്ര സുദീർഘമാണ്, ഈ രാത്രി എത്ര പ്രയാസമുള്ളതാണ്, എന്നാൽ ഇതുകൊണ്ടുണ്ടായ ഉപകാരം എന്താണ്? കുഫറിന്റെ നാട്ടിൽ ഇത് രക്ഷപ്പെടുത്തിയിരിക്കും, കുഫറിന്റെ ഇടത്തു നിന്ന് ഇത് ഞങ്ങളെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു എന്ന് ഞാൻ കവിത ചൊല്ലി. അപ്പോൾ എന്റെ കീഴിലുണ്ടായിരുന്ന ഒരു അടിമ ഉണ്ടായിരുന്നു. അവൻ എന്ത് ചെയ്തു? വഴിക്കിടയിൽ രക്ഷപ്പെട്ടു കളഞ്ഞു, ഓടിപ്പോയി കളഞ്ഞു, നഷ്ടപ്പെട്ടു പോയി എനിക്ക്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിൽ ഞാൻ എത്തി, നബിക്ക് ഞാൻ ബൈഅത്ത് ചെയ്തു. അങ്ങനെ ഇരിക്കാതെ ആ അടിമ തന്നെ വന്നിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അബൂ ഹുറൈറ ഹാദാ ഗുലാമുക, അബൂ ഹുറൈറ ഇതാ നിന്റെ അടിമ ഇതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹുവ ഹുർറുൻ ലിവജ്ഹില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി അവനെ ഞാൻ സ്വതന്ത്രനാക്കിയിട്ട് എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഖൈബറിൽ നടന്ന സുപ്രധാനമായ മറ്റൊരു സംഭവമാണ് സഫിയ റളിയല്ലാഹു അൻഹയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തത്. സഫിയ റളിയല്ലാഹു അൻഹ അവർക്ക് ആ സമയത്ത് 17 വയസ്സ് പ്രായമുണ്ടായിരുന്നു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനു ശേഷം ദീർഘകാലം അവർ ജീവിക്കുകയുണ്ടായി. ഹിജ്റ 50 മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലത്താണ്, മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്താണ് അവർ മരണപ്പെട്ടത്. ബഖീഇലാണ് സഫിയ റളിയല്ലാഹു അൻഹയെ ഖബറടക്കിയത്. ഒരിക്കൽ സഫിയ റളിയല്ലാഹു അൻഹയെ നബിയുടെ മറ്റുള്ള ഭാര്യമാരിൽ ചിലർ, നമുക്കറിയാമല്ലോ, അതായത് സ്ത്രീകൾ തമ്മിലുണ്ടാകുന്ന സ്വാഭാവികമായ ചില പ്രയാസങ്ങൾ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ അതിൽ ഏറ്റവും ഉന്നതമായ മാതൃക കാണിച്ചവരാണ്. അവർക്കിടയിലുണ്ടായ പ്രയാസങ്ങൾ വളരെ നിസ്സാരമായ സംഗതികൾ മാത്രമാണ്. ഒരിക്കൽ അവരിൽ ചിലർ സഫിയ റളിയല്ലാഹുവിനെ പറയുകയുണ്ടായി, യഹൂദിയുടെ മകൾ എന്ന് പറയുകയുണ്ടായി. അവരത് കേട്ടപ്പോൾ പ്രയാസത്തിൽ കരഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഫിയയോട് പറയുകയുണ്ടായി, നീ എന്തിനാണ് കരയുന്നത്? വഇന്നകി ലബ്നതു നബി, നീ ഒരു നബിയുടെ മകളാണ്. വഇന്ന അമ്മകി നബി, നിന്റെ പിതൃ സഹോദരനും നബിയാണ്. വഇന്നകി ലതഹ്ത നബി, നിന്റെ ഭർത്താവും നബിയാണ്. എന്ന് പറഞ്ഞാൽ സഫിയ റളിയല്ലാഹു അൻഹയുടെ പിതൃ പരമ്പര ചെന്നെത്തുന്നത് ഹാറൂൻ നബി
പിന്നെ പിതാവും പിതൃ സഹോദരനും നബിയാണ്. പിതാമഹന്മാർ എത്ര മുകളിലേക്ക് പോയാലും പിതാവിന്റെ സ്ഥാനത്താണ്. നീ ഒരു നബിയുടെ മകളാണ്, നിന്റെ അമ്മ ഒരു നബിയാണ്, നിന്റെ ഭർത്താവ് ഒരു നബിയാണ്. ഫഫീമ തഫ്ഖറു അലൈക്, പിന്നെ ബാക്കിയുള്ളവൾ നിന്നെ കുറിച്ച് നിനക്ക് മുകളിൽ എന്ത് പൊങ്ങച്ചു പറയാനാണ് എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ആശ്വസിപ്പിക്കുകയുണ്ടായി. ഇനിയുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖൈബറിൽ വെച്ച് വിഷബാധയേറ്റ, അവർക്ക് നബിക്ക് വിഷം പുരട്ടിയ മാംസം ഒരു യഹൂദി പെണ്ണ് നൽകിയ സംഭവമാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് വരുന്ന ദർസിൽ അത് വിശദീകരിക്കാം. والله تعالى أعلم وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وآله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.